കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. സോ ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനാഷണൽ ഫിനാൻസിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബൈയിങ് ആൻഡ് സെല്ലിങ്ങും ആണ്. ഓക്കെ. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കമ്പനിയുടെ ഒരു സബ്സിഡറി ഒന്നെങ്കിൽ ഫോറിനിൽ തുടങ്ങുക, അല്ലെങ്കിൽ ഫോറിനിൽ നമ്മുടെ ക്യാഷ് ഫോറിൻ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ പറയുന്നത്. പിന്നെ ഇന്റർനാഷണൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഉദ്ദേശിക്കുന്നത് എന്താ? ഇന്റർനാഷണൽ റെസ്പോണ്ട് ചെയ്യാട്ടോ. ഇന്റർനാഷണൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഇതൊക്കെയാണ് ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കൺട്രി അല്ലാതെ മറ്റൊരു കൺട്രിയുമായി നമ്മൾ ട്രേഡിൽ ഉൾപ്പെടുവോ, അല്ലെങ്കിൽ എന്താ നമ്മുടെ കൺട്രിത്തെ ഒരു കമ്പനി മറ്റൊരു കൺട്രിയിലേക്ക് അവിടെ സബ്സിഡറി സ്റ്റാർട്ട് ചെയ്യുവോ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രി മറ്റൊരു കൺട്രി ആയിട്ട് ട്രേഡിൽ ഏർപ്പെടുവാണ്. ഇതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി MNC എന്ന് വെച്ചാൽ എന്താ? MNC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം കൺട്രികളിൽ ഓപ്പറേഷൻസ് ഉള്ള വലിയ കമ്പനികളെയാണ് നമ്മൾ MNC എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഒന്നിൽ കൂടുതൽ, ഒരു കൺട്രി അല്ല, പല പല കൺട്രീസിൽ ഓപ്പറേഷൻസ് ഉള്ള ഒരു കമ്പനിയെ, ലാർജ് കമ്പനീനെയാണ് നമ്മൾ MNC എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാന്ന് ഞാൻ പറഞ്ഞു. ഒന്നെങ്കിൽ ഫോറിൻ കമ്പനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോറിൻ കൺട്രിന്ന് സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ അതായത് ഡൊമസ്റ്റിക് കൺട്രിയിലുള്ള ഒരു ബിസിനസ് അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുക, ഫോറിൻ കൺട്രീസിലേക്ക് എക്സ്പാൻഡ് ചെയ്യുക. ഇതിനെയൊക്കെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ എന്താ സംഭവിക്കുന്നത്? ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് ക്യാപിറ്റൽ മൂവ്മെന്റ് ആണല്ലേ സംഭവിക്കുന്നത്. അതായത് പുറത്ത് ഒരു കൺട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രിയിലെ പൈസയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. സോ മൂവ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് ക്യാപിറ്റൽ മൂവ് ചെയ്യുന്നതാണ് FDIയിൽ മെയിൻ ആയിട്ടുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി പറയുന്നത് ഇമ്പാക്ട് ഓഫ് മൾട്ടിനാഷണൽ ഓൺ ദ ഹോം കൺട്രി. അതായത് മൾട്ടിനാഷണൽ കമ്പനികൾ ഉണ്ടെങ്കിൽ ഹോം കൺട്രിക്കുള്ള ബെനിഫിറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഹോം കൺട്രീസിന് അതിൽ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ പ്രോഫിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹയർ ടാക്സ് കളക്ട് ചെയ്യാൻ വരും. അതായത് നമ്മുടെ കൺട്രിയിലുള്ള ഒരു കമ്പനിക്ക് പുറത്ത് ഓപ്പറേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. പേരന്റ് കമ്പനി നമ്മുടെ കൺട്രിയിലാണ്. സോ ഇതിന്റെ പ്രോഫിറ്റുകളൊക്കെ കൺസോളിഡേറ്റ് ചെയ്യുന്ന ഏത് കമ്പനിയിലായിരിക്കും? നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിലുള്ള കമ്പനിയിലായിരിക്കും ഇതിന്റെ ഫോറിൻ ഓപ്പറേഷൻസിലുള്ള പ്രോഫിറ്റുകളൊക്കെ കൺസോളിഡേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹയർ പ്രോഫിറ്റും കമ്പനിക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവര് ഹൈ ടാക്സ് നമ്മുടെ ഹോം കൺട്രിയിൽ പേ ചെയ്യേണ്ടി വരും. ശരിയല്ലേ? പിന്നെ MNCകളൊക്കെ ഉള്ളപ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ടുകൾ കൂടും. അതായത് നമ്മുടെ കമ്പനിയുടെ ഒരു സബ്സിഡറി മറ്റൊരു സ്ഥലത്തുണ്ടെങ്കിൽ റോ മെറ്റീരിയൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ടെക്നോളജികളൊക്കെ ആയിരിക്കും, അതിന്റെയൊക്കെ എക്സ്പോർട്ട്സ് കൂടും. എക്സ്പോർട്ട് കൂടുമ്പോൾ ബാലൻസ് ഓഫ് ട്രേഡിന് എന്താ സംഭവിക്കുക? ബാലൻസ് ഓഫ് ട്രേഡ് സർപ്ലസ് ആയിരിക്കും അല്ലെ? മനസ്സിലാവുന്നില്ലേ? ഇനി പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമ്മുടെ സബ്സിഡറി കമ്പനികൾ മറ്റൊരു സ്ഥലത്തുണ്ടെന്ന് വിചാരിക്കാം. അപ്പോ നമ്മുടെ ടെക്നോളജികളൊക്കെ നമുക്ക് ലോവർ കോസ്റ്റിൽ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അല്ലെ? അതിന്റെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂട്ടും. അതായത് നമ്മുടെ കൺട്രിയിലുള്ള ടെക്നോളജികളൊക്കെ നമ്മുടെ കമ്പനിക്ക് വേണ്ടി നമുക്ക് ലോവസ്റ്റ് പ്രൈസിൽ അല്ലെങ്കിൽ
ലോ കോസ്റ്റിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും ടെക്നോളജീസ് ഒക്കെ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MNC എന്ന് പറയുന്നത് എന്താ, മൾട്ടിനാഷണൽ ആണ്, അതായത് പല പല കൺട്രീസിലുണ്ടാവും. അതുകൊണ്ട് തന്നെ MNCകൾ എപ്പോഴും എന്ത് ചെയ്യും, ഏതെങ്കിലും പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചീപ്പറായ കൺട്രീസ് ഉണ്ടെങ്കിൽ അവിടെയേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതായത് ലേബർ കോസ്റ്റ്, ഇപ്പം ഇന്ത്യയുടെ ഒരു സബ്സിഡറി ആണ് US ഉള്ളതെന്ന് വിചാരിക്കാം. പക്ഷേ US വേറെ കൺട്രീസിൽ, ഈ MNC കമ്പനിക്ക് വേറെ കൺട്രീസിൽ ഓപ്പറേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഏറ്റവും ചീപ്പായിട്ട് എവിടെ നിന്നാണോ ലേബർ അല്ലെങ്കിൽ എല്ലാം കിട്ടുന്നത് അവിടെ അവർ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. മനസ്സിലായോ? നമ്മുടെ കൺട്രിയിൽ നിന്ന് തന്നെ സാധനം മേടിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അവരെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലുള്ളത്, കാരണം അവർക്ക് കമ്പയർ ചെയ്യാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്, കാരണം അവർ പല പല കൺട്രീസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവർ കമ്പയർ ചെയ്തിട്ട് ഏത് കൺട്രിയിലാണോ ഏറ്റവും ലോ കോസ്റ്റ് അവിടെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ചീപ്പറായിട്ട് കിട്ടുന്ന സ്ഥലത്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോം കൺട്രിയിലെ ട്രേഡ് കുറയും, അല്ലെങ്കിൽ ഹോം കൺട്രിയിലുള്ള ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടും, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? ഇമ്പാക്ട്, ഹോം കൺട്രിയിലുള്ള ഇമ്പാക്ട് ക്ലിയർ ആയോ? ഇനി ഹോസ്റ്റ് കൺട്രിയിൽ, അതായത് ഫോറിൻ കൺട്രീസിലുള്ള ഗുണം. ഫോറിൻ കൺട്രീസിലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MNC ഓപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെയൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പല പല സ്ഥലത്തു നിന്ന് ക്യാപിറ്റൽ റിസീവ് ചെയ്യും, അല്ലെങ്കിൽ പുതിയ പുതിയ ഇംപ്രൂവ്ഡ് ടെക്നോളജി ഒക്കെ ആ കൺട്രി റിസീവ് ചെയ്യും. പിന്നെ ഇതുപോലെ തന്നെ എക്സ്പോർട്സ് കൂടും. മൾട്ടിനാഷണൽ കമ്പനി ആണല്ലോ, സോ എക്സ്പോർട്സ് കൂടും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. പിന്നെ ഒരു MNC ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ കൺട്രിയിൽ വേറെ MNCകൾ വരാനുള്ള പോസിബിലിറ്റീസ് കൂടും. ഇതൊക്കെയാണ് ഫോറിൻ കൺട്രികൾക്ക് ഉണ്ടാകുന്ന ഉപയോഗം. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഇതാണ്. ഇനി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്കറിയാലോ MNC എന്ന് പറയുമ്പോൾ ചിലപ്പം പേരന്റ് കമ്പനി വേറെ ഏതെങ്കിലും കൺട്രിയിലാവാനാണ് പോസിബിലിറ്റി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹോസ്റ്റ് കൺട്രിയിൽ ഉണ്ടാകുന്ന ക്യാഷും പ്രോഫിറ്റും ഒക്കെ ചിലപ്പോൾ അവർ ഹോം കൺട്രിയിലേക്ക് എടുത്തുകൊണ്ട് പോകും, അതായത് പേരന്റ് കമ്പനിയിലേക്ക് മാറ്റും. ക്ലിയർ ആയോ? ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി FDI എന്താന്ന് ഞാൻ പറഞ്ഞു. ഇനി FDIക്ക് ഫണ്ട് എവിടെ നിന്നൊക്കെയാ കിട്ടുന്നതെന്ന്. ഇത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് കിട്ടുന്നത്? ഒന്ന് പേരന്റ് കമ്പനിയിൽ നിന്ന് കിട്ടും. ഓക്കെ, രണ്ടാമത് കിട്ടുന്നത് ഇതിപ്പം നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ MNCs ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഏത് കൺട്രിയിലാണോ ആ കൺട്രിയിൽ അവരുടെ കോമൺ സ്റ്റോക്ക് വിറ്റ് പൈസ കിട്ടും. അതുപോലെ തന്നെ ബോണ്ട് വിറ്റ് പൈസ കിട്ടും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റുകളിൽ നിന്ന് ബോറോ ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനുള്ള ക്യാഷ് കണ്ടെത്തുന്നത്. ക്ലിയർ ആയോ? അല്ലെങ്കിൽ MNCകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ക്യാഷ് കണ്ടെത്തുന്നത് ഒന്നെങ്കിൽ പേരന്റ് കമ്പനിയുടെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ കോമൺ സ്റ്റോക്ക് ഫോറിൻ കൺട്രീസിൽ വിൽക്കും, അല്ലെങ്കിൽ ബോണ്ടുകൾ വിൽക്കും, അല്ലെങ്കിൽ വേൾഡ് മാർക്കറ്റിൽ നിന്നൊക്കെ ബോറോ ചെയ്യും. ഇങ്ങനെയാണ് ബെനിഫിറ്റ്സ് അല്ല, ക്യാഷ് കിട്ടുന്നത്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമുണ്ടോ? ഇത് നിങ്ങൾക്ക് വായിച്ചാൽ നോർമൽ ആയിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമില്ല. അതായത് ന്യൂ സോഴ്സസ് ഓഫ് ഡിമാൻഡ്, പല സ്ഥലത്തായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ പുതിയ പുതിയ സ്ഥലത്ത് നമുക്ക് പുതിയ പുതിയ മാർക്കറ്റുകൾ കിട്ടും. അതുപോലെ പുതിയ പുതിയ സ്ഥലത്ത് അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടും. പിന്നെ എൻ്റർ പ്രോഫിറ്റബിൾ മാർക്കറ്റ്സ്, നമുക്കറിയാം ഒരു സ്ഥലത്തല്ല, MNC ആയതുകൊണ്ട് തന്നെ പല പല ഫോറിൻ കൺട്രീസിൽ വിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതായത് ഏറ്റവും പ്രോഫിറ്റബിൾ ആയ മാർക്കറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റബിൾ ആയതുകൊണ്ട് നമുക്ക് വിൽക്കാൻ പറ്റും. പിന്നെ മോണോപോളിസ്റ്റിക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതായത് എന്താ പറയാ, എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉള്ള, അതായത് എന്തെങ്കിലും ഇപ്പൊ ചില സ്ഥലത്തൊക്കെ നമുക്കറിയാം ചില റിസോഴ്സസ് ചില സ്ഥലത്ത് മാത്രം വളരെ വില കുറഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയാ കൂടുതലായിട്ട് ഉണ്ടാകുന്ന റിസോഴ്സസ് ഉണ്ടാവും. അപ്പം ഏതെങ്കിലും ഒരു കമ്പനി അങ്ങനെയുള്ള സ്ഥലത്ത്
അങ്ങനെയുള്ള റിസോഴ്സസ് ഒരുപാട് അവൈലബിൾ ആയ, ചീപ്പായിട്ട് റിസോഴ്സസ് അവൈലബിൾ ആയ ഒരു സ്ഥലത്ത് അവരവരുടെ കമ്പനി തുടങ്ങുവാണെങ്കിൽ അവർക്ക് മറ്റ് കമ്പനിയെ സംബന്ധിച്ച് ഒരു മോണോപോളിസ്റ്റിക് അഡ്വാൻറ്റേജ് ആണ്. എന്താ അഡ്വാൻറ്റേജ്? ചെറിയ പൈസക്ക് അവർക്ക് റിസോഴ്സസ് കിട്ടും അല്ലെ. മറ്റ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പ്രൈസിന് അവർക്ക് റിസോഴ്സസ് കിട്ടും, അല്ലെങ്കിൽ ഒറിജിനൽ റിസോഴ്സസ് കിട്ടും, നാച്ചുറൽ റിസോഴ്സസ് കിട്ടും. ഇതൊക്കെ ഒരു മോണോപോളിസ്റ്റിക് അഡ്വാൻറ്റേജ് ആണ്. ഫോറിൻ കമ്പനി, അതായത് പല പല സ്ഥലത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറെ മോണോപോളിസ്റ്റിക് അഡ്വാൻറ്റേജസ് ഉണ്ടാകും. ഇത് ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? അവൈലബിലിറ്റി ഓഫ് ലോവർ കോസ്റ്റ് ഫോറിൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് എവിടുന്നാണോ ഏറ്റവും കൂടുതൽ ലോവർ, അതായത് ഏറ്റവും കുറവ് ലേബർ, ചെറിയ പൈസക്ക് ലേബർ കിട്ടുന്ന അവർ അവിടുത്തെ ആ ലേബർ തപ്പും. അല്ലെങ്കിൽ എവിടുന്നാണോ ചെറിയ പൈസക്ക് ടെക്നോളജികൾ കിട്ടുന്നത് അവർ ആ ടെക്നോളജി യൂസ് ചെയ്യും. ഇതൊക്കെ അവർക്ക് കമ്പയർ ചെയ്യാനുള്ള അവസരം കിട്ടും. എവിടുന്നാണോ ചെറിയ കോസ്റ്റിൽ റോ മെറ്റീരിയൽ കിട്ടുന്നത് അവർ അവിടുന്ന് പർച്ചേസ് ചെയ്യും. നമുക്ക് എല്ലായിടത്തും, അതായത് എല്ലാ ഫോറിൻ കൺട്രീസും അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും കമ്പയർ ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ ആയിട്ട്. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും റോ മെറ്റീരിയൽസും എല്ലാം കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ചീപ്പായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയത് സെലക്ട് ചെയ്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് MNC-കളുടെ ഒക്കെ ഒരു പ്രത്യേകത. ഇതിന് ഞാൻ ഓരോന്നോരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇനി പറയുന്നത് റിസ്ക് ആണ്. റിസ്ക് ഓഫ്, സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ? ഓക്കെ. ഇനി റിസ്ക് ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ മെയിൻ ആയിട്ട് കൺട്രി റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും ഒക്കെയാണ് ഉള്ളത്. സോറി, കൺട്രി റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്, പൊളിറ്റിക്കൽ റിസ്ക്, എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്, ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിൽ കൺട്രി റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൺട്രി റിസ്ക് എന്ന് പറഞ്ഞാൽ ഏത് ഏത് എൻവയോൺമെന്റിലാണോ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് കൺട്രിയിലാണോ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത്, ആ കൺട്രിയിൽ ഉണ്ടാകുന്ന റിസ്ക്, MNC അതായത് ആ കൺട്രിയിൽ ഉണ്ടാകുന്ന റിസ്കുകളെയാണ് നമ്മൾ കൺട്രി റിസ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മൾട്ടിനാഷണൽ ഫേമിന്റെ ക്യാഷ് ഫ്ലോനെ അഫക്ട് ചെയ്യുന്ന, നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന നമ്മുടെ റിസ്കുകളെയാണ് നമ്മൾ കൺട്രി റിസ്ക് എന്ന് പറയുന്നത്. അതായത് ഏത് കൺട്രിയിലാണോ, പെർട്ടിക്കുലർ കൺട്രി മാത്രം ഉണ്ടാകുന്ന റിസ്ക് ആണ് കൺട്രി റിസ്ക്. ഓക്കെ. കൺട്രി റിസ്കിൽ മെയിൻ ആയിട്ട് വരുന്ന രണ്ടെണ്ണം ഇൻക്ലൂഡ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും. അത് രണ്ടും കൺട്രി റിസ്കിലാണ് ഇൻക്ലൂഡ് ആവുന്നത്. പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? റിസ്ക് ഓഫ് ഗവൺമെന്റ് എക്സ്പ്രോപ്രിയേഷൻ. ഗവൺമെന്റ് എക്സ്പ്രോപ്രിയേഷൻ എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പൊളിറ്റിക്കൽ റിസ്കിന്റെ അണ്ടർ വരുന്നത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കൺട്രിയിൽ ചിലപ്പോ ഗവൺമെന്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ പബ്ലിക് ആക്കി മാറ്റും. അത് എന്താന്ന് വെച്ചാൽ അവരുടെ അനുവാദം കൂടാതെ തന്നെ അത് ഏറ്റെടുക്കും, ഫ്രീസ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതാണ് ഗവൺമെന്റ് എക്സ്പ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വാറ്, ഇതൊക്കെ നമ്മുടെ എംപ്ലോയി സേഫ്റ്റീനെ അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് അഡീഷണൽ കോസ്റ്റുകൾ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ റിസ്കിൽ വരുന്നത്. പിന്നെ പൊളിറ്റിക്കൽ റിസ്ക് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ട്, ബ്ലോക്കേജ് ഓഫ് ഫണ്ട് ട്രാൻസ്ഫേഴ്സ്. അതായത് ചില കൺട്രികൾ ചില പോളിസീസ് വെച്ചിട്ടുണ്ടാവും, ചില പെർട്ടിക്കുലർ കൺട്രീസുമായിട്ട് ട്രാൻസാക്ഷൻ നടത്താൻ പാടില്ല, അല്ലെങ്കിൽ അവരുമായിട്ട്, അതാണ് ഇവിടെ പറയുന്നുണ്ട് ഇൻകൺവേർട്ടബിൾ കറൻസി. ഇൻകൺവേർട്ടബിൾ കറൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഹോസ്റ്റ് കൺട്രിയോട് പറഞ്ഞിട്ടുണ്ടാവും ചില കൺട്രിയുടെ കറൻസി ആയിട്ട് നമ്മുടെ കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒക്കെ. അല്ലെങ്കിൽ ടാക്സുകളിൽ വരുന്ന ടാക്സ്, പിന്നെ കറപ്ഷൻസ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ റിസ്ക്. അതായത് കൺട്രിയിൽ മാത്രം, ഒരു പെർട്ടിക്കുലർ കൺട്രി മാത്രം ഉണ്ടാകുന്ന കാര്യം. ഓക്കെ. പിന്നെ പറയുന്ന ആറ്റിറ്റ്യൂഡ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. അതായത് ആ പെർട്ടിക്കുലർ കൺട്രിയിലുള്ള കസ്റ്റമേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ്. ലോക്കൽ പ്രൊഡക്ട്സ് പർച്ചേസ്, അതായത് ലോക്കൽ പ്രൊഡക്ട്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്, നമ്മുടെ കൺട്രി തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും ചില കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ റിസ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ റിസ്ക് എന്താണ്, ക്ലിയർ ആയോ? കൺട്രി റിസ്ക് എന്ന് പറഞ്ഞാൽ അതായത് എവിടെയാണോ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ കൺട്രിയെ മാത്രം അഫക്ട് ചെയ്യുന്ന, ആ കൺട്രിയുടെ എൻവയോൺമെന്റിൽ മാത്രം അഫക്ട് ചെയ്യുന്നതാണ് കൺട്രി റിസ്ക്. കൺട്രി റിസ്ക് മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്
പൊളിറ്റിക്കലും ഫിനാൻഷ്യൽ റിസ്ക്കും ആണ്. പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറൻസീസ് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് എക്സ്പ്രോപ്രിയേഷൻസ്, വാറ്, അങ്ങനത്തെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് പൊളിറ്റിക്കൽ റിസ്ക്. ഇനി ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കൺട്രിയുടെ ഇക്കണോമി ഉണ്ടാവുമല്ലോ, ആ കൺട്രിയുടെ ഇക്കണോമിയുടെ ഫ്യൂച്ചർ സ്റ്റേറ്റ്, അതായത് ഫ്യൂച്ചറിൽ ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, റിസഷൻ, അങ്ങനെ കൺട്രിയുടെ ഫ്യൂച്ചർ എക്കണോമിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പം ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്ന് വിചാരിക്കുക, ഒരു കമ്പനിയിൽ, ഒരു കൺട്രിയിലെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ആരെങ്കിലും അവിടെ ഇൻവെസ്റ്റ് ചെയ്യോ, അതായത് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യല്ല, ആരെങ്കിലും അവിടുന്ന് പൈസ എടുത്ത് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുവോ? അതായത് ആ കൺട്രിയിലുള്ള ആൾക്കാർ ഒരിക്കലും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ, അതായത് കൂടിയ എമൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റിൽ എമൗണ്ടുകൾ എടുത്ത് കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ ഇക്കണോമിക് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇക്കണോമിക് ഗ്രോത്ത് വളരെ വളരെ കുറവായിരിക്കും, അല്ലെ? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് വളരെ കുറവായിരിക്കും. കാരണം വലിയ ഇൻട്രസ്റ്റ് റേറ്റിൽ പൈസ എടുത്ത് ആരും അവരവരുടെ കമ്പനികളെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കില്ല. ഇനിയിപ്പോ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലോ അത് ഇക്കണോമിയുടെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, അല്ലെ? കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്, സോ അവര് ക്യാഷ് എടുത്ത് ബോറോ ചെയ്തിട്ട് ആ ക്യാഷ് ഉപയോഗിച്ച് കമ്പനികളെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും. അത് നോർമലായിട്ട് ഇക്കണോമിക് ഗ്രോത്തിന് കാരണമാകും. ക്ലിയർ ആയോ? ഇതാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റിലുള്ളത്, എക്സ്ചേഞ്ച് റേറ്റും ഒരു കമ്പനിയുടെ ഇക്കണോമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാല്, ഒരു കമ്പനിയുടെ കറൻസി അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കറൻസി സ്ട്രോങ് കറൻസി ആണെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ കറൻസിയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ മറ്റ് കൺട്രീസ് നമ്മുടെ കൺട്രിന്ന് എക്സ്പോർട്ടിന് തയ്യാറാകുമോ? അതായത് ഇന്ത്യയും യു എസ് എടുക്കുക. ഇന്ത്യയും യു എസ് എടുക്കുമ്പോൾ യു എസിന്റെ കറൻസിക്കാണ് വാല്യൂ കൂടുതൽ. യു എസിന്റെ കറൻസിക്ക് വാല്യൂ കൂടുതലാകുമ്പോൾ നമ്മൾ യു എസിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ നിൽക്കില്ല. കാരണം എന്താ? നമ്മൾ കൂടുതൽ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും യു എസിന്ന് എക്സ്പോർട്ട് ചെയ്യില്ല. സോ സ്ട്രോങ് കറൻസി ആണെങ്കിൽ നമ്മുടെ കൺട്രിയുടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സിന്റെ, നമ്മുടെ എക്സ്പോർട്ടിന്റെ ഒക്കെ ഡിമാൻഡ് കുറവായിരിക്കും. അപ്പം എക്സ്പോർട്ട് ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺട്രിയുടെ പ്രൊഡക്ഷനും ഇൻകവും ഒക്കെ കുറവായിരിക്കും. ഇനി നേരെ തിരിച്ച് വീക്ക് കറൻസി ആണെങ്കിലോ, അതായത് നമ്മുടെ കറൻസിയുടെ, അതായത് ഇന്ത്യയുടെ കറൻസിയാണ് വാല്യൂ കൂടുതൽ യു എസിനേക്കാളും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യും, അല്ലെ? ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. ഇനി ഇൻഫ്ലേഷൻ റേറ്റ്. ഇനി ഇതിൽ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്, എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ റേറ്റ് ആണ്. നമുക്കറിയാം, ഹൈ ഇൻഫ്ലേഷൻ ആണെങ്കിൽ പർച്ചേസിംഗ് പവർ എങ്ങനെയായിരിക്കും? പർച്ചേസിംഗ് പവർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കൺട്രിയുടെ കറൻസിയുടെ വാല്യൂവും കുറയും. സോ അത് ഇക്കണോമിക് ഗ്രോത്തിനെ എങ്ങനെയായിരിക്കും അഫക്ട് ചെയ്യുന്നത്? നെഗറ്റീവ് ആയിട്ടായിരിക്കും അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഇതിൽ പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഇന്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷൻ. എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ? നമുക്കറിയാം. എന്തായിരിക്കും ഇന്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷന്റെ ഒരു പ്രത്യേകത? അതായത് ഇപ്പം
നമ്മുടെ വേൾഡിൽ ഗ്ലോബൽ ക്രൈസിസ് ഒക്കെ വരുവാണെങ്കിൽ എല്ലാ കൺട്രീനെയും ഒരുപോലെ ആയിരിക്കും ഇത് എഫക്ട് ചെയ്യുന്നത്? അല്ല, ഓരോ കൺട്രീനെയും എല്ലാ ഇപ്പം വേൾഡ് മൊത്തമായിട്ടുള്ള ഒരു ക്രൈസിസ് ആണെങ്കിലും ഓരോ കൺട്രീനെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? സോ നമ്മൾ ഇന്റർനാഷണൽ ആയിട്ട് ബിസിനസ് നടത്തുവാണെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്ത ഒരു കൺട്രി നെഗറ്റീവായിട്ട് ഒരു കൺട്രിയിൽ ഇമ്പാക്ട് ചെയ്താൽ ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ട് ഇമ്പാക്ട് ചെയ്ത വേറെ കൺട്രി ഉണ്ടാവും. സോ ആ ലോസ് സെറ്റ് ഓഫ് ചെയ്തു പോകും. അതിനാണ് നമ്മൾ ഇന്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ പോലെ തന്നെയാണ് ഇന്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല പല കൺട്രിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇന്റർനാഷണൽ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓവറോൾ റിസ്ക് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഇന്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷന്റെ ബെനിഫിറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി മൾട്ടിനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. മൾട്ടിനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ ഏതെങ്കിലും ഫോറിൻ കൺട്രീസിൽ കുറച്ച് ആൾക്കാർ മാത്രം റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ? സ്പീഡ് കൂടുതലാണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. സ്പീഡ് കൂടുതലാണോ? ഓക്കെ, സോ ക്യാപിറ്റൽ ബഡ്ജറ്റ് ക്ലിയർ ആവുന്നുണ്ടോ? അതാദ്യം. സോ മൾട്ടിനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ മൾട്ടിനാഷണൽ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. നമുക്കറിയാം, നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് പറയുമ്പോൾ ഒരു പ്രൊജക്ട് എന്താ പറയാ, സേഫ് ആണോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് പ്രോഫിറ്റബിൾ ആണോ എന്ന് നമ്മൾ നോക്കുന്നത് എന്തിന്റെ ബേസിലായിരുന്നു? റെലവെന്റ് ക്യാഷ് ഫ്ലോസിന്റെ ബേസിസിലാണ് അല്ലെ? സോ നമ്മൾ ഇന്റർനാഷണൽ പ്രൊജക്ട് അല്ലെങ്കിൽ ഫോറിൻ കൺട്രിയിലുള്ള ഓപ്പറേഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ റെലവെന്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടുന്ന ഡിവിഡൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വിറ്റാൽ നമുക്ക് അതിന്റെ സെയിൽസ് പ്രൈസ്, നമുക്ക് വിറ്റാൽ കിട്ടുന്ന എമൗണ്ട്, ഇത് രണ്ടുമാണ് നമ്മുടെ റെലവെന്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടിനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ, അതായത് നമ്മൾ ഫോറിൻ കൺട്രീസിൽ ഓപ്പറേഷൻസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റെലവെന്റ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഡൻറ്റും അതുപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചറിൽ ഇത് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സെയിൽസ് പ്രൈസും, ഇത് രണ്ടുമാണ് നമ്മുടെ റെലവെന്റ് ക്യാഷ് ഫ്ലോ. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് ഇവിടെ പറയുന്നത് ഇപ്പൊ ഒരു കൺട്രി ഇപ്പം പൊളിറ്റിക്കൽ റിസ്ക് അല്ലെങ്കിൽ എക്സ്പ്രോപ്രിയേഷൻ റിസ്ക്, അങ്ങനെ കൺട്രി റിസ്ക്, ഇങ്ങനത്തെ ഒക്കെ റിസ്കുകൾ ഉള്ള കൺട്രി ആണ് എങ്കിൽ അവർക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയായിരിക്കും? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹൈ ആയിരിക്കും. സോ മൾട്ടിനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. റെലവെന്റ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഡൻറ്റും നമുക്ക് കിട്ടുന്ന ഫ്യൂച്ചർ സെയിൽസ് പ്രൈസും ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇങ്ങനത്തെ ഫാക്ടേഴ്സ്, അത് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്, പിന്നെ എന്താ എക്സ്പ്രോപ്രിയേഷൻ റിസ്ക്, പൊളിറ്റിക്കൽ റിസ്ക്, ഇങ്ങനത്തെ ഫാക്ടേഴ്സ് നോക്കിയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ എപ്പോഴും നമ്മുടെ ക്യാഷ് ഫ്ലോ കൂടിയ സ്ഥലത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ നോർമലി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പറയുന്ന കാര്യം തന്നെയാണ് അത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയുന്നത് റെലവെന്റ് ക്യാഷ് ഫ്ലോയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ റെലവെന്റ് ക്യാഷ് ഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ എന്ന് മാത്രമേ ഉള്ളൂ, ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ. സോ ഇവിടെ മൾട്ടിനാഷണൽ നോക്കുവാണെങ്കിൽ റെലവെന്റ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലെങ്കിൽ ഔട്ട് ഫ്ലോ എന്ന് വെച്ചാൽ ഇതാണ്. ഇത് രണ്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇന്റർനാഷണൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യമാണ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കറൻസി ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് ആണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വെച്ചാൽ എന്താ? സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പം 1 യൂണിറ്റ് ഓഫ് കറൻസി എ വാങ്ങാൻ എത്ര യൂണിറ്റ് ഓഫ് കറൻസി ബി വേണം? ഇതാണ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലെ? അത് എ എന്ന് പറയുന്ന കറൻസി 1 യൂണിറ്റ് ഓഫ് എ വാങ്ങാൻ എത്ര നമ്പർ ഓഫ് യൂണിറ്റ് ബി വേണം?
ഇതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അല്ലേ? ക്ലിയർ ആയോ? ഇനി ഇതിൽ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെയാ. അതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു സെക്ഷൻസ് അപ്പുറത്തോട്ട്, അതായത് ഇതിന്റെ കുറച്ച് അപ്പുറത്തോട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറയുന്നുണ്ട്. ഇനി പറയുന്നത് കറൻസി അപ്രീസിയേഷൻ ആൻഡ് കറൻസി ഡിപ്രീസിയേഷൻ ആണ്. ഇത് നമ്മൾ ഏതെടുത്തപ്പോൾ സ്പെഷ്യൽ ഇഷ്യൂ ഒക്കെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓക്കെ, സോ കറൻസി എ, ഇപ്പൊ കറൻസി എയും കറൻസി ബിയും എടുക്കുകയാണ് കേട്ടോ. കറൻസി ബി എ സംബന്ധിച്ച് കറൻസി എ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ എന്താ അതിന്റെ മീനിങ്? ബി എ സംബന്ധിച്ച് അത് കറൻസി ബി എ കമ്പയർ ചെയ്യുമ്പോൾ കറൻസി എ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ കറൻസി എയുടെ വാല്യൂ കൂടി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, കൂടുതൽ, അതായത് ഒരു യൂണിറ്റ് കറൻസി എ ഉപയോഗിച്ച് മുന്നേ വാങ്ങിയതിനേക്കാൾ കൂടുതൽ യൂണിറ്റ്സ് ഓഫ് കറൻസി ബി വാങ്ങാം. ശരിയല്ലേ? അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഒരു യൂണിറ്റ് ബി വാങ്ങാൻ നേരത്തെ വാങ്ങിയതിനേക്കാൾ കുറച്ച് നമ്പർ ഓഫ് യൂണിറ്റ് എ മതി എന്നും പറയാം. പറയത്തില്ലേ? രണ്ട് രീതി പറഞ്ഞാൽ ശരിയല്ലേ? കറൻസി എ അപ്രീഷിയേറ്റ് ചെയ്തു, കറൻസി എ ഇത് അവിടെ പറയുന്നുണ്ട്, കറൻസി എ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതി പറയാം. ഒന്ന്, നേരത്തെ, അതായത് കറൻസി എ ഉപയോഗിച്ച് നേരത്തെ വാങ്ങിയതിനേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് ബി വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ബി വാങ്ങാൻ കുറച്ച് നമ്പർ ഓഫ് കറൻസി എ മതി. ഈ രണ്ട് തരത്തിലും പറയാം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നേ? കറൻസി എ ഡിപ്രീഷിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ, അതായത് ബി എ കമ്പയർ ചെയ്യുമ്പോൾ കറൻസി എ ഡിപ്രീഷിയേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നേ? ഒരു യൂണിറ്റ് കറൻസി എ ഉപയോഗിച്ച് നേരത്തെ വാങ്ങിയതിനേക്കാൾ കുറവേ കറൻസി ബി പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഒരു യൂണിറ്റ് കറൻസി ബി വാങ്ങാൻ നേരത്തെ വാങ്ങിയതിനേക്കാൾ കൂടുതൽ കറൻസി എ വേണമെന്നും പറയാം. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇതാണ് കറൻസി അപ്രീഷിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് ഇപ്പം കറൻസി എ കറൻസി ബി എ കമ്പയർ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് വെച്ചാല് ഒരു മീനിങ്ങും കൂടെ ഉണ്ട്, കറൻസി ബി ഡിപ്രീഷിയേറ്റ് ചെയ്തു. ശരിയല്ലേ? കറൻസി എ കറൻസി ബി യെ സംബന്ധിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് കറൻസി ബി ഡിപ്രീഷിയേറ്റ് ചെയ്തു എന്നാണ്. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ്, ഇനി നമ്മൾ പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് രണ്ട് തരത്തിൽ എഴുതാം. ഡയറക്റ്റ് കോട്ടും ഉണ്ട്, ഇൻഡയറക്റ്റ് കോട്ടും ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് കോട്ടും ഉണ്ട്, ഇൻഡയറക്റ്റ് കോട്ടും ഉണ്ട്. ഡയറക്റ്റ് കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി ഈസ് ഈക്വൽ ടു എക്സ് യൂണിറ്റ് ഓഫ് നാഷണൽ കറൻസി. അതായത് നമ്മൾ വണ്ണിൽ എപ്പോഴും 1 യൂണിറ്റ് വണ്ണെന്ന് കാണിക്കുന്നത് എപ്പോഴും ഫോറിൻ കറൻസിനെ ആയിരിക്കും. ഓക്കെ, വണ്ണെന്ന് കാണിക്കുന്നത്, വണ്ണെന്ന് കോട്ട് ചെയ്യുന്നത് ഫോറിൻ കറൻസിനെ ആയിരിക്കും. ഈക്വൽ ടു നമ്മുടെ കറൻസി എന്നായിരിക്കും കാണിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയും യുഎസും ഓക്കെ, നമ്മുടെ കൺട്രി ഏതാ? നമ്മുടെ കൺട്രി ഇന്ത്യയാണ്. സോ ഇന്ത്യ യു എസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കോട്ടിൽ എഴുതുമ്പോൾ
ഒരു US$ എത്ര ഇന്ത്യൻ റുപ്പി വേണമെന്നായിരിക്കും എഴുതുക ഡയറക്റ്റ് കോട്ട് വരുമ്പോൾ. ഓക്കെ, നമ്മൾ ഇന്ത്യയിലുള്ളവരാണ്. സോ നമ്മുടെ കറൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ കറൻസിയാണ്. നമ്മുടെ നാഷണൽ കറൻസി എന്ന് പറഞ്ഞാൽ റുപ്പിയാണ്, ഇന്ത്യൻ റുപ്പിയാണ്. സോ ഡയറക്റ്റ് കോട്ടി നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? $1 ഈക്വൽ ടു എത്ര ഇന്ത്യൻ റുപ്പി. അതായത് 1 യൂണിറ്റിന് കാണിക്കുന്നത് ഫോറിൻ കറൻസി ആയിരിക്കും ആദ്യം എഴുതുന്നത്. ഒരു യൂണിറ്റ് ഫോറിൻ കറൻസിക്ക് എത്ര നാഷണൽ കറൻസി വേണമെന്ന് എഴുതുന്നതാണ് ഡയറക്റ്റ് കറൻസി, സോറി ഡയറക്റ്റ് കോട്ട്. ക്ലിയർ ആയോ? ഇനി ഇൻഡയറക്റ്റ് കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് നാഷണൽ കറൻസി വാങ്ങാൻ എത്ര ഫോറിൻ കറൻസി വേണം, അതായത് ഒരു യൂണിറ്റ് ഇന്ത്യൻ കറൻസി ഈക്വൽ ടു എത്ര $. ഇതാണ് ഇൻഡയറക്റ്റ് കോട്ട്. ഓക്കെ, ഡയറക്റ്റ് കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 യൂണിറ്റ് നമ്മൾ കാണിക്കുന്ന ഫോറിൻ കറൻസിനെ ആയിരിക്കും ഈക്വൽ ടു നമ്മുടെ കറൻസി എത്ര വേണം. ഇൻഡയറക്റ്റ് കോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കറൻസി, അതായത് നമ്മുടെ ഹോം കറൻസി, നാഷണൽ കറൻസിനെയാണ് നമ്മൾ 1 യൂണിറ്റ് ആയിട്ട് കാണിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, പറഞ്ഞിട്ടുണ്ട് എ ഡയറക്റ്റ് കോട്ട് മീൻസ് ദാറ്റ് ഇഫ് എ ബയർ ബൈസ് 1 യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി the buyer will need to pay X unit of national currency. ഒരു യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി വാങ്ങാൻ X യൂണിറ്റ് ഓഫ് നാഷണൽ കറൻസി പേ ചെയ്യണം. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി വാങ്ങാൻ എത്ര യൂണിറ്റ് നാഷണൽ കറൻസി വേണം, അതാണ് ഡയറക്റ്റ് കോട്ട്. എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് $, യൂറോയും എടുത്തിരിക്കുന്നത്. സോ ഇവരെപ്പോഴും, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇവരെപ്പോഴും നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുന്നത് US നമ്മുടെ കൺട്രി ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ €1 ഈക്വൽ ടു എത്ര $, അതാണ് ഡയറക്റ്റ് കോട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഇൻഡയറക്റ്റ് കോട്ട് പറയുകയാണെങ്കിൽ $1 ഈക്വൽ ടു എത്ര യൂറോ, അതായിരിക്കും ഇൻഡയറക്റ്റ് കോട്ട്. കാരണം ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ നമ്മുടെ കൺട്രിന്ന് എപ്പോഴും പറയുന്നത് US-നെയാണ്. സോ നമ്മളെപ്പോഴും ഇന്ത്യ വേണ്ട, ഇന്ത്യ വിട്ടാൽ നമ്മൾ US-നെ കൺസിഡർ ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഓക്കെ, ഇനി പറയുന്നത് ഓക്കെ, നമുക്ക് ഡയറക്റ്റ് കോട്ട് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഡയറക്റ്റ് കോട്ട് തന്നിട്ടുണ്ട്. അതിനെ ഇൻഡയറക്റ്റ് കോട്ട് ആക്കണമെങ്കിൽ ഡയറക്റ്റ് കോട്ടിന്റെ റെസിപ്രോക്കൽ കണ്ടാൽ മതി. ക്ലിയർ ആയോ? അതായത് സിമ്പിൾ ആയിട്ടല്ല, അതായത് പറയുകയാണെങ്കിൽ ഇവരെ ടൈപ്പ് ചെയ്ത് കാണിക്കാം. അതായത് ഇപ്പൊ യൂറോയ്ക്ക് ഞാൻ എന്ന് കൊടുക്കുവാണേ, ആണ് കേട്ടോ യൂറോ. സോ €1 ഈക്വൽ ടു $1.5. ഇത് ഏത് കോട്ട? ഇത് ഡയറക്റ്റ് കോട്ടാണ് അല്ലെ, നമ്മൾ US ആണേ, അതെപ്പോഴും ഓർത്തു, നമ്മൾ US ആണ്. സോ ഇത് ഡയറക്റ്റ് കോട്ടാണ്. ഇതിനെ ഇൻഡയറക്റ്റ് കോട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻഡയറക്റ്റ് കോട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ ഉണ്ടാകും. റെസിപ്രോക്കൽ എങ്ങനെയാ കാണുന്നത്? $1/1.5 ഈക്വൽ ടു $. നമ്മൾ നോർമലായിട്ട് ചിന്തിച്ചാൽ മതി. ഇവിടെ 1 ആക്കണമെങ്കിൽ, അതായത് ഇവിടെ 1 ആക്കണമെങ്കിൽ ഡോളർ ഒറ്റയ്ക്ക്, ഡോളർ 1 ആക്കണമെങ്കിൽ ഈ സാധനത്തെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ ഡോളർ മാത്രം ആവില്ലേ, 1 എന്നാവില്ലേ ഇവിടെ. ക്ലിയർ ആയോ? ഇപ്പൊ ഇൻഡയറക്റ്റ് കോട്ടായി. ഇനി ഇത് നേരെ തിരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കോട്ടാവും. സോ ഇൻഡയറക്റ്റ് കോട്ടിനെ ഡയറക്റ്റ് കോട്ടാക്കാൻ ഇൻഡയറക്റ്റ് കോട്ടിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. തിരിച്ചും ഡയറക്റ്റ് കോട്ടിനെ ഇൻഡയറക്റ്റ് ആക്കാൻ ഡയറക്റ്റ് കോട്ടിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ക്ലിയർ ആയോ? ഓക്കെ,
ഇതവിടെ അവരൊന്ന് ഒരു കൺവേർട്ട് ചെയ്യാൻ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ ഇൻഡയറക്റ്റ് വോട്ടാ തന്നിരിക്കുന്നത്. $1 ഈക്വൽ ടു 118.27 ജപ്പാനീസ് yen. ഓക്കെ, ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 1 ജാപ്പനീസ് yen എങ്ങനെയാക്കുന്നത്? 1/118.27 ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ ഡയറക്റ്റ് കോട്ടാക്കി മാറ്റാം അല്ലേ? അപ്പൊ വരുന്നത് 0.008455. ഓക്കെ, ഇനി 1 ജാപ്പനീസ് yen ഈക്വൽ ടു $0.008455 വരും. അതിനെ ഇൻഡയറക്റ്റ് കോട്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 1/0.008455 ചെയ്താൽ. ഡൗട്ട് ഉണ്ടോ? ഡയറക്റ്റ് കോട്ടും ഇൻഡയറക്റ്റ് കോട്ടും ക്ലിയർ ആണോ? ഓക്കെ, ഇനി പറയുന്നത് ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ് നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രിയുടെ കറൻസി ആയിരിക്കും നമ്മുടെ ഉണ്ടാവുക. ഓക്കെ, ആ കറൻസി ഉപയോഗിച്ച് മറ്റ് കൺട്രിയുടെ കറൻസി വാങ്ങാനും അതുപോലെ തന്നെ ആ മറ്റ് കൺട്രിയുടെ കറൻസി വാങ്ങിക്കഴിയുമ്പോൾ ഇപ്പം യു എസിന് ബ്രിട്ടനിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ യു എസുകാർ എന്താ ചെയ്യുക? ആദ്യം നമ്മുടെ $US കൊടുത്ത് അവര് GBP മേടിക്കും. GBP മേടിച്ചിട്ട് GBP ഉപയോഗിച്ച് പ്രൊഡക്റ്റ് അവിടുന്ന് വാങ്ങും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഓക്കെ, സോ എന്താ സംഭവിക്കുക? ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ് ഇപ്പൊ ഏതെങ്കിലും ഒരു കൺട്രിയുടെ കറൻസി ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് മറ്റ് കൺട്രിയുടെ കറൻസികൾ വാങ്ങാനും അതുപോലെ തന്നെ ആ കറൻസീസ് യൂസ് ചെയ്ത് മറ്റ് കൺട്രിയിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങാനും സഹായിക്കുന്നത് ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ്. ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്കറിയാം ഏത് കൺട്രിയിൽ നിന്നാണോ ഇമ്പോർട്ട് ചെയ്യുന്നത് അവരുടെ കറൻസി വേണം നമുക്ക് പേയ്മെന്റ് നടത്താൻ അല്ലെ? ഇപ്പൊ യുഎസുകാര് എവിടെയാ UK-ന്നോ അല്ലെങ്കിൽ എന്താ പറയുക UK സാധനങ്ങൾ വാങ്ങുവാന്ന് വിചാരിക്കുക, ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് യൂറോയില് നമുക്ക് അവരുടെ കറൻസി മാത്രമേ പേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? UK പൗണ്ട് GBP മാത്രമേ നമുക്ക് പേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ് നമ്മുടെ ഇപ്പം ഇമ്പോർട്ടേഴ്സിനാണെങ്കിൽ അവർക്ക് ആ കറൻസി ഫോറിൻ കറൻസി വാങ്ങാനൊക്കെ സഹായിക്കുന്നത് ഈ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ്. ഇനി അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഫോറിൻ കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുവാണ്. ഇപ്പം എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പേയ്മെന്റ് കിട്ടുന്ന ഏത് കറൻസിയിലായിരിക്കും? ഫോറിൻ കറൻസിയിലായിരിക്കും അല്ലെ? നമ്മളിപ്പം ഇന്ത്യക്കാരിപ്പോ US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അവര് നമുക്ക് പേ ചെയ്യുന്നത് $US ആ $US നമുക്ക് കൺവേർട്ട് ചെയ്യണം, ശരിയല്ലേ? നമുക്ക് നമ്മുടെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ്. ഇനി ഇവിടെ പറയുന്നത് നമുക്ക് പെർസെന്റേജ് ഓഫ് അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഓക്കെ, പെർസെന്റേജ് ഓഫ് അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ. ഒരു കറൻസി നമുക്കറിയാം, ഒരു കറൻസിയുടെ വാല്യൂ പ്രൈസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ അത് അപ്രീസിയേഷൻ ആണോ ഡിപ്രീസിയേഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഇക്വേഷന്റെ ഒരു എക്സാമ്പിൾ ഇട്ട് ഞാൻ പറഞ്ഞു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. അതായത് സെക്കൻഡ് ഡേറ്റിലെ വാല്യൂ മൈനസ് ഫസ്റ്റ് ഡേറ്റിലെ വാല്യൂ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഡേറ്റിലെ വാല്യൂ. ഓക്കെ, ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇത് നമുക്ക് അടുത്തൊരു പ്രോബ്ലം വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ഇനി പറയാൻ പോകുന്നത് ബേസ് കറൻസിയും കോഡ് കറൻസി. അതായത് ബേസ് കറൻസി എന്ന് പറഞ്ഞാല്
നമ്മള് എക്സ്ചേഞ്ച് റേറ്റ് എഴുതാൻ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്ന കറൻസിയില്ലേ, അല്ലെങ്കിൽ വാല്യൂ 1 ആക്കി കാണിക്കുന്ന കറൻസി, അതിനെയാണ് നമ്മൾ ബേസ് കറൻസി എന്ന് പറയുന്നത്. ഇപ്പം $1 ഈക്വൽ ടു 78 റുപ്പീസ് എന്നാണ് വിചാരിക്കുക. അപ്പൊ ഏതായിരിക്കും ബേസ് കറൻസി? 1 വാല്യൂ വരുന്ന US ഡോളേഴ്സ് ആയിരിക്കും ബേസ് കറൻസി. ഏതായിരിക്കും കോഡ് കറൻസി? ഇന്ത്യൻ റുപ്പി ആയിരിക്കും കോഡ് കറൻസി. ക്ലിയർ ആയോ? അതായത് നമ്മൾ ഫസ്റ്റ് എഴുതുന്ന എക്സ്ചേഞ്ച് റേറ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എഴുതുന്ന വാല്യൂ 1 ഉള്ള കറൻസിയെ നമ്മൾ ബേസ് കറൻസി എന്നും സെക്കൻഡ് എഴുതുന്ന കറൻസിനെ നമ്മൾ കോഡ് കറൻസി എന്നും പറയും. ക്ലിയർ ആയോ? ബേസ് കറൻസിയുടെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, ഇനി കോഡ് കറൻസി ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. കോഡ് കറൻസി ഇൻക്രീസ് ചെയ്ത് അതിന്റെ മീനിങ് എന്താ? കോഡ് കറൻസിയുടെ വാല്യൂ, അതായത് സെക്കൻഡ് എഴുതുന്ന കറൻസിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? ബേസ് കറൻസി അപ്രീഷിയേറ്റ് ചെയ്തു എന്നല്ലേ? ഡൗട്ട് ഉണ്ടോ? എക്സാമ്പിൾ ഇടണോ? അതായത് $1 ഈക്വൽ ടു, റുപ്പിക്ക് ഇപ്പൊ ഞാൻ 6 ഇടുവാണേ, വേറെ ഒന്നും ഞാൻ കാണുന്നില്ല, 78 ആണെന്ന് വിചാരിക്കുക. ഇതിലേതാ ബേസ് കറൻസി? ഏതാണ് ബേസ് കറൻസി, ഏതാണ് കോഡ് കറൻസി? യെസ്, ഡോളർ ബേസ് കറൻസി, റുപ്പി 78 കോഡ് കറൻസി. ഇത് ക്ലിയർ ആണല്ലോ? നമ്മളോട് പറയുന്നത് കോഡ് കറൻസിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. ഇതിന്റെ മീനിങ് എന്താ? ഡോളർ അപ്രീഷിയേറ്റ് ചെയ്തു അല്ലെ? നേരത്തെ, അല്ലെങ്കിൽ ബേസ് കറൻസി അപ്രീഷിയേറ്റ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. നേരത്തെ $1 ഉപയോഗിച്ച് 78 റുപ്പീസിന്റെ സാധനമേ വാങ്ങാൻ പറ്റുള്ളായിരുന്നു. ഇപ്പൊ $1 ഉപയോഗിച്ച് 80 റുപ്പീസിന്റെ സാധനം വാങ്ങാം. ക്ലിയർ ആയോ? എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ബേസ് കറൻസി അപ്രീഷിയേറ്റ് ചെയ്തു, കോഡ് കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്തു. ഇനി നേരെ തിരിച്ച് കോഡ് കറൻസിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിലോ, അതായത് $1 ഈക്വൽ ടു 70 ആവുകയാണെങ്കിലോ, എന്ത് സംഭവിക്കുന്നേ? യെസ്, ബേസ് കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്തു, കോഡ് കറൻസി അപ്രീഷിയേറ്റ് ചെയ്തു. അതായത് നേരത്തെ $1 ഉപയോഗിച്ച് 78 റുപ്പീസിന്റെ സാധനം വാങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പൊ $1 ഉപയോഗിച്ച് 70 റുപ്പീസിന്റെ സാധനങ്ങളെ വാങ്ങാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ഇവിടെ താഴെ വേറെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ക്ലിയർ ആകാത്തവരെ താഴത്തെ എക്സാമ്പിൾ നോക്കിയാൽ, ഇപ്പൊ ഇഫ് USD, അതായത് USD കനേഡിയൻ ഡോളറും തന്നിട്ടുണ്ട്, ഈക്വൽ ടു 1.12. ഈ 1.12 ഏതിന്റെ വാല്യൂ? അപ്പം USD ഈക്വൽ ടു എന്തായാലും വരുന്നുണ്ട് ഇപ്പൊ പറയാം. അതായത് ഇപ്പൊ നമുക്ക് USD CAD എന്ന് വെച്ചാൽ കനേഡിയൻ ഡോളർ ആണ്, USD US ഡോളർ ഇങ്ങനെ തന്നു എന്ന് വിചാരിക്കാം. ഇവിടെ ഒറ്റ വാല്യൂ തന്നിട്ടുള്ളൂ. ഇതിൽ ഏതായിരിക്കും ബേസ് കറൻസി, ഏതായിരിക്കും കോഡ് കറൻസി?
USD ആയിരിക്കും ബേസ് കറൻസി. അതിന്റെ വാല്യൂ തന്നിട്ടില്ല, നമുക്കറിയാം ബേസ് ആദ്യം എഴുതുന്ന ഫസ്റ്റ് കാണിക്കുന്ന കറൻസിയാണ് ബേസ് കറൻസി. സോ USDയുടെ വാല്യൂ 1 ആയിരിക്കും. സോ 1.12 ഏതിന്റെ വാല്യൂ ആയിരിക്കും? കനേഡിയൻ ഡോളറിന്റെ അല്ലെങ്കിൽ കോഡ് കറൻസിയുടെ വാല്യൂ ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇഫ് USD CAD equal to 1.12, that means $1 of US equal to 1.12 Canadian dollar. Okay, ഇവിടെ പറയുന്നു US dollar 1 will buy Canadian dollar 1.12. Okay, ഇനി എക്സ്ചേഞ്ച് റേറ്റ് മാറി, അതായത് കോഡ് കറൻസി ഇൻക്രീസ് ചെയ്തു, 1.16 ആയി. അപ്പോൾ ഡോളർ അപ്രീഷിയേറ്റ് ചെയ്തു, കനേഡിയൻ ഡോളർ ഡിപ്രീഷിയേറ്റ് ചെയ്തു. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ? ഇനി നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഇൻ ദിസ് എക്സാമ്പിൾ അപ്രീസിയേഷൻ ആൻഡ് ഡിപ്രീസിയേഷൻ റേറ്റ്സ് ഓഫ് ദ USD ഇൻ റെസ്പെക്ട് ടു ദ യൂറോ ആൻഡ് ദ അപ്രീസിയേഷൻ ഓർ ഡിപ്രീസിയേഷൻ റേറ്റ്സ് ഓഫ് ദ യൂറോ ഇൻ റെസ്പെക്ട് ടു USD ആർ കാൽക്കുലേറ്റഡ്. അതായത് ഞാൻ പറഞ്ഞു തരാം. 2 കറൻസി ഉണ്ട്. ഓക്കെ, 2 കറൻസീസ് ആർ കോട്ടഡ് ഓൺ കറൻസീസ് എക്സ്ചേഞ്ച് ആസ് ഫോളോസ്. യൂറോ USD, അതായത് 1 യൂറോ ഈക്വൽ ടു എത്ര USD ആണെന്നാണ് ആദ്യം തന്നിരിക്കുന്നത്. ജനുവരിയിലെ വാല്യൂ തന്നിട്ടുണ്ട്, ഫെബ്രുവരിയിലെ വാല്യൂവും തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ അല്ലെ? ജനുവരിയിലെ വാല്യൂ തന്നിട്ടുണ്ട്, യൂറോ USD റേറ്റ് 0.606. ഫെബ്രുവരിയിലെ വാല്യൂ തന്നിട്ടുണ്ട്, യൂറോ USD ഈക്വൽ ടു 0.667. ഓക്കെ, സോ ജനുവരിയില് 1 യൂറോ ഈക്വൽ ടു 0.606 USD. ഫെബ്രുവരിയിലായപ്പോ എന്തായി? 1 യൂറോ ഈക്വൽ ടു 0.667 US ഡോളേഴ്സ്. സോ നോർമലി നോക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ എന്ത് മനസ്സിലാകും? യൂറോയുടെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തു നമുക്ക് മനസ്സിലായി അല്ലെ? പെർസെന്റേജ് എത്രയാന്ന് മനസ്സിലായില്ല, പക്ഷെ യൂറോന്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തു നമുക്ക് മനസ്സിലായി. അല്ല, സെക്കൻഡ് കാണിക്കുന്നതല്ല ബേസ് കറൻസി, ഫസ്റ്റ് കാണിക്കുന്നതാണ് ബേസ് കറൻസി. ഇവിടെ യൂറോയാണ് ബേസ് കറൻസി. ഇപ്പൊ യൂറോ USD എന്ന് കാണിക്കുന്നല്ലോ, നമ്മൾ ആദ്യം കാണിക്കുന്ന ഫസ്റ്റ് കറൻസിയാണ് ബേസ് കറൻസി. ഇവിടെ ഇപ്പൊ യൂറോയാണ് ബേസ് കറൻസി, USD കോഡ് കറൻസിയാണ്. ആദ്യം എഴുതുന്നതാണ് ഫസ്റ്റ് ആണ് ബേസ് കറൻസി, സെക്കൻഡ് കാണിക്കുന്നതാണ് കോഡ് കറൻസി. സോ ആദ്യം കാണിക്കുന്നതിന്റെ വാല്യൂ എപ്പോഴും ഒന്നായിരിക്കും, ബേസ് കറൻസിയുടെ വാല്യൂ എപ്പോഴും ഒന്നായിരിക്കും. ഇപ്പൊ ഇങ്ങനെ തരുമ്പോ യൂറോ USD ഈക്വൽ ടു 0.606 എന്ന് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 യൂറോ ഈക്വൽ ടു 0.606 USD എന്നാണ്. എക്സാമിനൊക്കെ ഇങ്ങനെ തരുവുള്ളൂ. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പോ ഇത് നമ്മൾ നോർമലി നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലേ? അതായത് യൂറോ അപ്രീഷിയേറ്റ് ചെയ്തു നമുക്ക് ക്ലിയർ ആയി. പക്ഷെ എത്ര പെർസെന്റേജ് ആണ് നമുക്ക് ക്ലിയർ ആയോ? പെർസെന്റേജ് എത്രയാന്ന് ക്ലിയർ ആയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഒരു ഇക്വേഷൻ അവിടെ പറഞ്ഞു തന്നായിരുന്നല്ലോ. ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞു തന്നെ? സെക്കൻഡ് ഡേറ്റിലെ വാല്യൂ മൈനസ് ഫസ്റ്റ് ഡേറ്റിലെ വാല്യൂ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഡേറ്റിലെ വാല്യൂ. ശരിയല്ലേ? ഇതാണ്. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ യൂറോയുടെ അപ്രീസിയേഷൻ അല്ലെങ്കിൽ യൂറോയുടെ ഡിപ്രീസിയേഷൻ, യൂറോ അപ്രീഷിയേറ്റ് ചെയ്തോ അല്ലെ? ഇപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി യൂറോ അപ്രീഷിയേറ്റ് ചെയ്തു അല്ലെ? യൂറോ അപ്രീഷിയേറ്റ് ചെയ്തു നമുക്ക് മനസ്സിലായി. സോ നമ്മൾ യൂറോ അപ്രീഷിയേറ്റ് ചെയ്ത പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ 1 യൂറോ, യൂറോയുടെ വാല്യൂ എപ്പോഴും 1, യൂറോയെ ബേസ് കറൻസി ആക്കി വെച്ച് വേണം കണ്ടുപിടിക്കാൻ. 1 യൂറോ ഈക്വൽ ടു എത്ര USD ആണ്? 1 യൂറോ ഈക്വൽ ടു ഫെബ്രുവരിയിൽ എത്ര USD ആണ്? ദാറ്റ് മീൻസ് അത് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്.
0.606 ആണ് ജനുവരിയിൽ, 0.667 ആണ് ഫെബ്രുവരിയിൽ. സോ യൂറോയുടെ കണ്ടുപിടിക്കണമെങ്കിൽ 0.667 മൈനസ് 0.606 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഡേറ്റിൽ ഏതാ 0.606 ചെയ്യുമ്പോൾ നമുക്ക് യൂറോ അപ്രീഷിയേറ്റ് ചെയ്ത പെർസെന്റേജ് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമ്മൾ USD ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ, അതായത് ഒന്നുകൂടെ പറയാം, അതായത് നമ്മള് ഇപ്പം ഇങ്ങനെയാണല്ലോ തന്നിരിക്കുന്നത്. നമ്മൾ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും കണ്ടുപിടിക്കുമ്പോൾ ഏത് കറൻസിയുടെ ആണോ കണ്ടുപിടിക്കുന്നത് ആ കറൻസിനെ ബേസ് കറൻസി ആക്കി എടുത്തിട്ടുള്ള വാല്യൂ എടുക്കണം. അതായത് ഇപ്പം യൂറോ USD ഇങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. നമ്മൾ യൂറോയുടെ ഇൻഫർമേഷൻ ആണ്, അതായത് യൂറോയുടെ അപ്രീസിയേഷൻ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം യൂറോ തന്നെയാണ് ഇവിടെ ബേസ് കറൻസി ആയിട്ടുള്ളത്. ശരിയല്ലേ? ഇനി നമ്മൾ USD ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാ കൺവേർട്ട് ചെയ്യുന്നേ? റെസിപ്രോക്കൽ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് 1 USD ഈക്വൽ ടു എത്ര യൂറോയാന്ന് കിട്ടും. ഓക്കെ, അത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടുപിടിച്ചപ്പോ 1.5ഉം 1 ഇത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടോ? 1.65 ആണ് ജനുവരിയിലെ, ഫെബ്രുവരിയിലെ 1.5. ക്ലിയർ ആയോ? വാല്യൂ നോക്കുമ്പോൾ നോക്കിയാൽ നെഗറ്റീവ് വാല്യൂ വന്നിരിക്കുന്നത് ഇവിടെ. 1.5 മൈനസ് 1.65 ഡിവൈഡഡ് ബൈ 1.65 ചെയ്തപ്പോ നെഗറ്റീവ് വാല്യൂ. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ദാറ്റ് മീൻസ് ഡിപ്രീഷിയേറ്റ്. ക്ലിയർ ആയോ? അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഏത് കറൻസിയുടെ അപ്രീസിയേഷൻ ആണോ അല്ലെ ഡിപ്രീസിയേഷൻ ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിനെ നിങ്ങൾ ബേസ് കറൻസി ആക്കിയിരിക്കണം. യൂറോയുടെ ആണെങ്കിൽ 1 യൂറോ ഈക്വൽ ടു എന്ന് ആക്കിയിരിക്കണം. USD ആണ് കണ്ടുപിടിക്കുന്നെങ്കിൽ 1 USD ഈക്വൽ ടു എത്രയാന്ന് ആക്കിയിരിക്കണം. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. ഇനി ഡിപ്രീസിയേഷൻ അപ്രീസിയേഷന്റെ എഫക്ട് പറഞ്ഞോട്ടെ. ഇനി ഡിപ്രീസിയേഷൻ അപ്രീസിയേഷന്റെ എഫക്ട് പറയുന്നത്, ഇപ്പോ US ഡോളർ ആണ് കേട്ടോ എടുക്കുന്നത്. ഓക്കെ, US ഡോളറിന്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, US ഡോളറിന്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യുഎസിനെ സംബന്ധിച്ച് ഇമ്പോർട്ട് ചീപ്പർ ആയിരിക്കും. ശരിയല്ലേ? വേറൊരു കൺട്രിയെ സംബന്ധിച്ച് US ഡോളറിന്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്താൽ യുഎസിനെ സംബന്ധിച്ച് ഇമ്പോർട്ട് ചീപ്പർ ആണ്, അല്ലേ? കാരണം അവിടെ പുറത്തുനിന്നുള്ള പ്രൊഡക്റ്റ് വാങ്ങാൻ നമ്മൾ കുറച്ച് US ഡോളർ കൊടുത്താൽ മതി. നേരത്തെ കൊടുത്തതിനേക്കാളും കുറച്ച് US ഡോളർ കൊടുത്താൽ മതി. സോ ഇമ്പോർട്ട് ചീപ്പർ ആയിരിക്കും. ശരിയല്ലേ? ഇനി മറ്റുള്ള കൺട്രീസിനെ സംബന്ധിച്ച് അവർക്ക് നമ്മുടെ കൺട്രിയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അതായത് അവർക്ക് നമ്മുടെ കൺട്രിയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ പറ്റുമോ? അത് അവർക്ക്, അതായത് എക്സ്പോർട്ട് മറ്റ് കൺട്രീസിന് എക്സ്പോർട്ട് കോസ്റ്റ്ലിയർ ആയിരിക്കും. ക്ലിയർ ആയോ? ഹലോ,
ഹലോ, പറഞ്ഞത് ക്ലിയർ ആയോ? അതായത് നമ്മുടെ കറൻസി, അതായത് US$ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? കുറച്ച് യൂണിറ്റ് US$ കൊടുത്താൽ മതി മറ്റു കൺട്രീസിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ. നേരത്തെ കൊടുത്തതിനേക്കാളും കുറച്ച് യൂണിറ്റ് കൊടുത്താൽ മതി. സോ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇമ്പോർട്ട് ചീപ്പറാണ്. നമുക്ക് മറ്റു കൺട്രീസിൽ നിന്ന് കുറച്ച് യൂണിറ്റ് ഡോളർ കൊടുത്ത് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ കൊടുത്തതിനേക്കാളും കുറച്ച് യൂണിറ്റ് കൊടുത്ത് അത്രയും സാധനങ്ങൾ തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. മറ്റ് കൺട്രികളെ സംബന്ധിച്ച് നമ്മുടെ US-ന്ന് വാങ്ങുക എന്ന് പറയുന്നത് കോസ്റ്റ്ലിയർ ആണ്. കാരണം നമ്മുടെ വാല്യൂ കൂടിയല്ലോ, അപ്പൊ അവർ കൂടുതൽ എമൗണ്ട് തരേണ്ടി വരും നമ്മുടെ അടുത്ത് സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അത് നമ്മുടെ കൺട്രിയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കണമെങ്കിൽ നമ്മുടെ കൺട്രിയിൽ നിന്ന് എക്സ്പോർട്ട്, അതായത് അവർക്ക് നമ്മുടെ കൺട്രിയിൽ നിന്ന് സാധനങ്ങൾ മറ്റ് കൺട്രീസിന് US-ൽ നിന്ന് സാധനങ്ങൾ മേടിക്കണമെങ്കിൽ അവരാദ്യം US$ മേടിക്കണം, അല്ലെ? US$ വാല്യൂ കൂടുതലാണെങ്കിൽ അവർക്ക് കൂടുതൽ അവരുടെ ക്യാഷിൽ കൂടുതൽ തന്നാലല്ലേ നമ്മുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ വാല്യൂ കൂടുതലാണല്ലോ. അവരെ സംബന്ധിച്ച് അത് ഭയങ്കര കോസ്റ്റ്ലിയർ ആയിരിക്കും. അതുകൊണ്ട് ക്ലിയർ ആയോ? ഓക്കെ, ഇനി US-ന്റെ വാല്യൂ. ഓക്കെ, അപ്പം അപ്രീഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താന്ന് വെച്ചാല് നമ്മുടെ ഇമ്പോർട്ട് ആയിരിക്കും എക്സ്പോർട്ടിനേക്കാളും കൂടുതൽ, അല്ലെ? നമ്മുടെ ഇമ്പോർട്ട് ആയിരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്പോർട്ട് ആയിരിക്കും എക്സ്പോർട്ടിനേക്കാളും കൂടുതൽ. കാരണം ഇമ്പോർട്ട് ചീപ്പർ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, മറ്റ് കൺട്രീസിനെ സംബന്ധിച്ച് എക്സ്പോർട്ട് കോസ്റ്റ്ലിയർ ആയതുകൊണ്ട് അവരാരും നമ്മുടെ കൺട്രിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങില്ല. സോ നമ്മുടെ ഇമ്പോർട്ട് ആയിരിക്കും കൂടുതൽ. അത് നമ്മുടെ BOT-നെ അഫക്ട് ചെയ്യും. ക്ലിയർ ആയോ? ബാലൻസ് ഓഫ് ട്രേഡിനെ എഫക്ട് ചെയ്യും. ക്ലിയർ ആയോ? നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും BOT-ക്ക് വരിക. ഓക്കെ, ഇനി ഡിപ്രീഷിയേറ്റ് ചെയ്യുവാണെങ്കിലോ? ഡിപ്രീഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ US-ന്റെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്തു. US-ന്റെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ഭയങ്കര കോസ്റ്റ്ലിയർ ആയിരിക്കും, അല്ലെ? കാരണം നമ്മുടെ US$ വില കുറവാണ്, വാല്യൂ കുറവാണ്. സോ നമ്മൾ കൂടുതൽ യൂണിറ്റ്സ് കൊടുത്താൽ മാത്രമേ മറ്റ് കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഇമ്പോർട്ട് കോസ്റ്റ്ലിയർ ആണ്. മറ്റ് കൺട്രീസിന് നമ്മുടെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് ചീപ്പർ ആണ്. കാരണം അവർക്ക് കുറച്ച് പൈസ കൊടുത്താൽ നമ്മുടെ സ്ഥലത്ത് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, സോ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പം നമ്മുടെ എക്സ്പോർട്ട് കൂടുകയും ഇമ്പോർട്ട് കുറയുകയും ചെയ്യും. ഓക്കെ, നമ്മുടെ എക്സ്പോർട്ട് കൂടും, ഇമ്പോർട്ട് കുറയും. ഇത് കൺട്രിയുടെ ബാലൻസ് ഓഫ് ട്രേഡിന് ഒരു പോസിറ്റീവ് എഫക്റ്റ് ആണ്. നല്ലതല്ലേ? നമുക്ക് ഇൻകം കൂടുതൽ കിട്ടുമല്ലേ ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന സാധനങ്ങൾ കുറയും, നമ്മുടെ സാധനങ്ങൾ നമുക്ക് കൂടുതൽ വിൽക്കാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മുടെ BOT-ക്ക് പോസിറ്റീവ്, BOT സർപ്ലസ് ആയിരിക്കും വരിക. ബാലൻസ് ഓഫ് ട്രേഡിൽ ട്രേഡ് സർപ്ലസ് ആയിരിക്കും വരിക. ക്ലിയർ ആയോ? ഓക്കെ, ഇനി കറൻസി എക്സ്ചേഞ്ച് റേറ്റ് ലിസ്റ്റിംഗ്. കറൻസി എക്സ്ചേഞ്ച് റേറ്റ് ലിസ്റ്റിംഗിൽ ഇവിടെ പറയുന്നുണ്ട്, ഇതുണ്ടോ? യൂറോ, GBP, AUD എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? യൂറോ എന്ന് വെച്ചാൽ അറിയാം. GBP എന്ന് വെച്ചാൽ എന്താ? ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്. ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് ആണ് GBP. AUD എന്താ? AUD ഓസ്ട്രേലിയൻ ഡോളറിനെയാണ് AUD എന്ന് പറയുന്നത്. NSD എന്ന് വെച്ചാൽ എന്താ? NSD അല്ല, NZD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിലൻഡ് ഡോളേഴ്സിനെയാണ് പറയുന്നത്. USD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ US$. ഓക്കെ, ഇതെന്താ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടല്ലോ, കറൻസി എക്സ്ചേഞ്ച് റേറ്റ് ലിസ്റ്റിംഗിൽ ഇതാണ്
കറൻസീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓർഡർ. ഓക്കെ, യൂറോ ആണ് ഏറ്റവും കൂടുതൽ വാല്യൂ കൂടിയത്. അത് കഴിഞ്ഞ് GBP, ഓസ്ട്രേലിയൻ ഡോളർ, ന്യൂസിലൻഡ് ഡോളർ, USD, എനി അതർ കറൻസി. ഇതാണ് എക്സ്ചേഞ്ച് റേറ്റ് ലിസ്റ്റിംഗിൽ ഈ ഓർഡറിലാണ് നമ്മുടെ കറൻസീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കണ്ടോ. റിമെമ്പർ ദാറ്റ് വെൻ കറൻസി പേയേഴ്സ് ആർ ലിസ്റ്റഡ് ആസ് ദെയർ ഇൻ ദി എബോവ് എക്സാമ്പിൾ വിത്ത് എ സ്ലാഷ് ബിറ്റ്വീൻ ദ അബ്രിവിയേഷൻസ്, ദ കറൻസി ലിസ്റ്റഡ് ഫസ്റ്റ് ഓൾവേസ് ഹാസ് ദ വാല്യൂ ഓഫ് 1 യൂണിറ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ USD സ്ലാഷ് അങ്ങനെ യൂറോ സ്ലാഷ് USD എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും ബേസ് കറൻസി ആദ്യം എഴുതിയിരിക്കുന്നത്? യൂറോ ആയിരിക്കും ബേസ് കറൻസി, അതിന്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ആയല്ലോ? പിന്നെ ഇവിടെ പറയുന്നത് ഇനി സെക്കൻഡ് എഴുതിയിരിക്കുന്നതിന്റെ, അതായത് ഇപ്പൊ USD ആണല്ലോ, യൂറോ സ്ലാഷ് USD എന്ന് എഴുതുമ്പോൾ സെക്കൻഡ് എഴുതിയിരിക്കുന്ന USD ആണ്. USDയുടെ അതായത് USDയുടെ വാല്യൂ 1 ആക്കി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് ഇവിടെ പറയുന്നത്, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ കറൻസി ട്രേഡിംഗ് ഓൺ എക്സ്ചേഞ്ച്, അതായത് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ ബൈയിങ് ഓർ സെല്ലിംഗ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തുമ്പോൾ ആ ഇമ്മീഡിയറ്റ് ഡെലിവറി നടത്തുന്ന സമയത്തുള്ള എക്സ്ചേഞ്ച് റേറ്റിനാണ് നമ്മൾ ആ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത്, ആ ട്രേഡ് നടത്തുന്ന സമയത്തുള്ള എക്സ്ചേഞ്ച് റേറ്റിനെയാണ് നമ്മൾ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ? സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് ക്ലിയർ ആയല്ലോ? ഇനി പറയുന്ന ഒരു ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും. ഓക്കെ, അതായത് നമുക്ക് ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ നടത്തുമ്പോഴേ നോർമലി ഇന്റർമീഡിയറി ആയിട്ട് നിൽക്കുന്നത് ആരാ? ഫോറിൻ കറൻസിക്ക് ഇന്റർമീഡിയറി ആയിട്ട് നിൽക്കുന്നത് ബാങ്ക് ആണല്ലേ? ബാങ്ക് ആണല്ലോ. അപ്പൊ ബാങ്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു ബിഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാം? ബിഡ് ചെയ്തൊരു, എപ്പോഴും ഒറിജിനൽ പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസ് ആയിരിക്കും ബിഡ് പ്രൈസ്. ഓക്കെ, ബാങ്ക് എപ്പോഴും കറൻസികൾ ബിഡ് പ്രൈസിൽ വാങ്ങും, എന്നിട്ട് വിൽക്കുന്നത് ആസ്ക് പ്രൈസിലായിരിക്കും. ആസ്ക് പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ബാങ്ക് ഡിസൈഡ് ചെയ്യുന്ന പ്രൈസ് ആണ് ആസ്ക് പ്രൈസ്. സോ ബിഡും ആസ്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബാങ്കിന് കിട്ടുന്ന പ്രോഫിറ്റ്. അതായത് നമുക്കറിയാം, നമ്മൾ മറ്റേ അണ്ടർ റൈറ്റിംഗ് ഒക്കെ പഠിച്ചില്ലേ? അതായത് നമ്മൾ ഒരു പ്രൈസിൽ വാങ്ങും, നമ്മൾ റീസെല് ചെയ്യുന്നത് അതിനേക്കാളും കൂടിയ പ്രൈസിലായിരിക്കും. ഓക്കെ, സോ ബാങ്ക് വാങ്ങുന്ന പ്രൈസിനെയാണ്, ബാങ്ക് കറൻസീസ് വാങ്ങുന്ന പ്രൈസിനെ ബിഡ് പ്രൈസ് എന്നും, ബാങ്ക് വിൽക്കുന്ന പ്രൈസിനെ, റീസെല് ചെയ്യുന്ന പ്രൈസിനെ ആസ്ക് പ്രൈസ് എന്നും പറയും. ഓക്കെ, ക്ലിയർ ആയോ? സോ അതായത് കറൻസി വാങ്ങുന്ന ആൾക്കാർക്ക് ആസ്ക് പ്രൈസിലായിരിക്കും കറൻസി കിട്ടുക. ബാങ്കിന്റെ അടുത്ത് കറൻസി വാങ്ങുന്നവർക്ക് ആസ്ക് പ്രൈസിലായിരിക്കും കറൻസി കിട്ടുക. ഇനി ബാങ്കിന് വിൽക്കുന്ന ആൾക്കാർ റിസീവ് ചെയ്യുന്നത് ബിഡ് പ്രൈസ് ആയിരിക്കും. ക്ലിയർ ആയോ? സോ ഇതാണ് ഇതിലുള്ളത്. ഇനി ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം? ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ മെയിൻ ആയിട്ട് പറയുന്നത്, എക്സ്ചേഞ്ച് റേറ്റ്
മാർക്കറ്റ് ഫോഴ്സസ് ഡിറ്റർമൈൻ ചെയ്യും. അതായത് മാർക്കറ്റിൽ ഉണ്ടാവുന്ന സപ്ലൈയും ഡിമാൻഡിനും അനുസരിച്ച് മാർക്കറ്റ് ഫോഴ്സസ് അഫക്ട് ചെയ്ത് മാർക്കറ്റ് ഫോഴ്സസ് ഡിറ്റർമൈൻ ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള പ്ലേ അല്ലെങ്കിൽ മാർക്കറ്റ് ഫോഴ്സസ് കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കയ്യിലല്ല, മാർക്കറ്റിൽ ഉണ്ടാകുന്ന സപ്ലൈയും ഡിമാൻഡിനും അനുസരിച്ച് ഫിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് ഇപ്പൊ നമ്മൾ നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി US$ ആയിട്ട് എടുക്കുക, ബാക്കിയുള്ള കറൻസിനെ ഫോറിൻ കറൻസി ആയിട്ട് എടുക്കുക. ഓക്കെ, അതായത് നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി US$ ആണ്. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ മറ്റ് കറൻസിനെ ഫോറിൻ കറൻസീസ് ആയിട്ട് എടുക്കുക. ഇപ്പൊ ഫോറിനിലുള്ള ആൾക്കാർക്ക് നമ്മുടെ US സാധനങ്ങൾ വേണം, അല്ലെങ്കിൽ ഗുഡ്സ് സർവീസസും വേണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ US അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്ന് വിചാരിക്കുക. അങ്ങനെ നടത്തണമെങ്കിൽ നമുക്കറിയാം അവരെന്തായാലും US$ വാങ്ങണം, അല്ലേ? US$ വാങ്ങണം. സോ US$ അവർ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ, അതായത് ഫോറിൻ കൺട്രിയില് US ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിമാൻഡ് കൂടി എന്ന് വിചാരിക്കുക. ഡിമാൻഡ് കൂടിയാല് നമ്മുടെ US$ ഡിമാൻഡും കൂടും, അല്ലേ? കാരണം അവർക്ക് US$ വാങ്ങിയാലല്ലേ ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്താന്ന് പറഞ്ഞോ, മനസ്സിലായോ? ഇനി പറയുന്നത് ഈ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് വർക്ക് ചെയ്യുന്നത് എന്നാ പറയുന്നത്. അതായത് നമ്മള് US$, അതായത് നമ്മുടെ കൺട്രി, ഹോം കൺട്രി US ആണ് കേട്ടോ, US ആണ്. ബാക്കിയുള്ള കൺട്രീസ് ആണ് ഫോറിൻ കൺട്രീസ്, അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രീസ് ഫോറിൻ കൺട്രീസ്. സോ ഫോറിനിലുള്ള ആൾക്കാർക്ക് നമ്മുടെ US സാധനങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ US ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. അപ്പൊ അവർ ആദ്യം എന്ത് ചെയ്യണം? US$ വാങ്ങണം, അല്ലേ? US$ വാങ്ങിയാലല്ലേ നമ്മുടെ സ്ഥലത്ത് നിന്ന് സാധനം, US അവർക്ക് സാധനം വാങ്ങാൻ പറ്റുള്ളൂ, ശരിയല്ലേ? സോ അപ്പൊ എന്താ സംഭവിക്കുക? ഇപ്പം ഇൻ കേസ് നമ്മുടെ US ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിമാൻഡ് ഫോറിൻ കൺട്രിയിൽ ഇൻക്രീസ് ചെയ്യുവാണ്, അതായത് ഫോറിനേഴ്സ് US പ്രൊഡക്റ്റ് പ്രിഫർ ചെയ്യുവാണ്. സോ ഈ പ്രൊഡക്ട്സിന്റെ ഡിമാൻഡ് കൂടും, അതുപോലെ തന്നെ US$ ഡിമാൻഡ് കൂടും, അല്ലെ? US$ ഡിമാൻഡ് കൂടുമ്പോ US$ പ്രൈസ് കൂടും. സോ US$ എന്താകും? അപ്രീഷിയേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? ഇനി ഓൺ ദി അതർ ഹാൻഡ്, ഓക്കെ, ഇനി ഇതാണ് ഒരു കേസ്. ഇനി നമ്മുടെ US ഫോറിൻ കൺട്രിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിമാൻഡ് കൂടുവാണ്. അതായത് നമുക്ക് ഫോറിൻ കൺട്രീസിലെ സാധനങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ US ആൾക്കാർക്ക് മറ്റ് കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. മറ്റ് കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ US$ കൊടുത്ത് മറ്റ് കൺട്രിയുടെ കറൻസി മേടിക്കണം, ശരിയല്ലേ? നമ്മൾ നമ്മുടെ കറൻസി കൊടുത്ത് US$ കൊടുത്തിട്ട് മറ്റ് കൺട്രിയുടെ കറൻസി മേടിക്കണം. സോ അങ്ങനെ വരുമ്പോ നമ്മുടെ US$ സപ്ലൈ കൂടും. നമ്മൾ വിറ്റ് മറ്റ് കറൻസി മേടിക്കുമ്പോൾ നമ്മുടെ സപ്ലൈ കൂടും, നമ്മുടെ US$ സപ്ലൈ കൂടും.
അപ്പൊ നമ്മുടെ US ഡോളറിന്റെ പ്രൈസ് എങ്ങനെയായിരിക്കും? കുറയും. വാല്യൂ എങ്ങനെയായിരിക്കും? ഡിപ്രീഷിയേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? ഇതാണ് ഡിമാൻഡ് സപ്ലൈയും തമ്മിലുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് കാരണം മാർക്കറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ ആണല്ലോ? അതെ, ഓപ്പോസിറ്റ് കറൻസി അപ്രീഷിയേറ്റ് ആവുകയാണ്. അതായത് അപ്പൊ അവരുടെ കറൻസിയുടെ ഡിമാൻഡ് കൂടുവാണല്ലോ. നമ്മുടെ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്തു കാരണം സപ്ലൈ കൂടി. മറ്റ് കറൻസി വാങ്ങാൻ വേണ്ടി നമ്മൾ സപ്ലൈ കൂട്ടി. നമ്മുടെ കറൻസി കൊടുത്തിട്ട് മറ്റ് കറൻസി വാങ്ങി. സോ അതിന്റെ ഡിമാൻഡ് കൂടി അവിടെ അപ്രീഷിയേറ്റ് ആയി. നമ്മുടെ ഇവിടെ ഡിപ്രീഷിയേറ്റ് ആയി. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ US-ലുള്ള ആൾക്കാർ, US റെസിഡൻസിന്റെ US ഡോളേഴ്സിന്റെ ഡിമാൻഡ് ആണ്. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് US റെസിഡൻസിന്റെ ആണ് കേട്ടോ. ഡിമാൻഡ് കർവ് പറയുന്നത് നമ്മുടെ US-ലുള്ള ആൾക്കാരെ US ഡോളേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നതിനെയാണ് ഡിമാൻഡ് കർവ്. സോ ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം പ്രൈസ്. ഓക്കെ, ഇതെങ്ങോട്ടാ ഡിമാൻഡ് കർവ് വരുന്ന? നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഓക്കെ, അതായത് ഇത് ഡിമാൻഡ് കർവ്. ഈ ഡി എന്ന് എഴുതിയിരിക്കുന്ന ഡിമാൻഡും എസ് എന്ന് എഴുതിയിരിക്കുന്ന സപ്ലൈയും ആണ്. ഈ ഡിമാൻഡ് കർവ് എന്താ പറയുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ US ഡോളർ മറ്റുള്ള കൺട്രീസിലെ ആൾക്കാർ എത്ര പ്രിഫർ ചെയ്യുന്നു, എങ്ങനെ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഡി പറയുന്നത്. ഇത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ US ഡോളറിന്റെ പ്രൈസ് കുറഞ്ഞാല് കൂടുതൽ ഡിമാൻഡ് ചെയ്യും. കണ്ടോ? ഇപ്പൊ പ്രൈസ് ഇതാണെന്ന് വിചാരിക്കുക. ക്ലിയർ ആയോ? എന്താ പറഞ്ഞെന്ന് ക്ലിയർ ആയോ? അതായത് ഈ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൺട്രിയിലെ ആൾക്കാർ നമ്മുടെ US ഡോളറിനെ പ്രിഫർ ചെയ്യുന്നതാണ് ഡിമാൻഡ്. ഈ ഡിമാൻഡ് കർവ് കാണിക്കുന്നത് മറ്റുള്ള കൺട്രീസിലെ ആൾക്കാർ നമ്മുടെ US ഡോളർ എത്ര പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഡിമാൻഡ് കർവ് കാണിക്കുന്നത്. ഓക്കെ, സോ പ്രൈസ് കുറവാണെന്ന് വിചാരിക്കുക. പ്രൈസ് കുറയുന്നതിനനുസരിച്ച് കണ്ടോ ഡിമാൻഡ് ഇവിടെ കൂടി വരും. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയും. അതായത് നമ്മുടെ കറൻസിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് കുറയും. അതാണ് നെഗറ്റീവ് സ്ലോപ്പ് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി സപ്ലൈ കർവ് പറയുന്നത് എന്താ? ഇനി സപ്ലൈ കർവ് പറയുന്നത് സോ ഇവിടെ പറയുന്ന ആൾക്കാർ നമ്മുടെ സാധനം ഡിമാൻഡ് ചെയ്യുന്ന കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൈസ്
കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടും. ദാറ്റ് മീൻസ് നമ്മുടെ കറൻസി എന്തായിരിക്കും? ഡിപ്രീഷിയേറ്റ് ചെയ്യും. ശരിയല്ലേ? ഇനി സപ്ലൈ കർവ് ആണ് പറയുന്നത്. സപ്ലൈ കർവ് പറയുന്നത് ഇതാ, ഇവിടെ ഇങ്ങോട്ടാണ് സപ്ലൈ കർവ് വരുന്നത്. സപ്ലൈ കർവ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണിത്. ഓക്കെ, സപ്ലൈ കർവ് പറയുന്നത് നമ്മുടെ US റെസിഡൻസ് ഉണ്ടല്ലോ, നമ്മൾ മറ്റുള്ള കറൻസി വാങ്ങാൻ വേണ്ടി സെല്ല് ചെയ്യുന്ന ആൾക്കാർ, US ആൾക്കാർ സെല്ല് ചെയ്യുമല്ലോ, അതാണ് സപ്ലൈ കർവ് പറയുന്നത്. സോ ഇതിന് പോസിറ്റീവ് സ്ലോപ്പ് ആണുള്ളത്. അതായത് നമ്മുടേതിന്റെ വാല്യൂ കൂടുതലാണ് എങ്കിൽ നമ്മൾ കൂടുതൽ വാങ്ങിക്കും. ശരിയല്ലേ? നമ്മുടെ പ്രൈസ്, അതായത് നമ്മുടെ ഡോളറിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യും പുറത്തെ കൺട്രീസിൽ നിന്ന്. അതാണ് സപ്ലൈ കർവ് കാണിക്കുന്നത്. നമ്മുടെ വാല്യൂ കുറവാണെങ്കിൽ നമ്മൾ കുറച്ചേ വാങ്ങിക്കുള്ളൂ പുറത്തെ കൺട്രീസിൽ നിന്ന്. നമ്മുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മൾ അവിടുന്ന് കൂടുതൽ വാങ്ങാൻ തുടങ്ങും. ക്ലിയർ ആയോ? ഇതാണ് സപ്ലൈ കർവും ഡിമാൻഡ് കർവും പറയുന്നത്. ഡിമാൻഡ് കർവ് പറയുന്നത് മറ്റ് കൺട്രീസിലുള്ള ആൾക്കാരെ ആയിരിക്കും. സപ്ലൈ കർവ് പറയുന്നത് യുഎസിലുള്ള ആൾക്കാരെ ആയിരിക്കും. ഇത് ക്ലിയർ ആയോ? ഓക്കെ, ഒന്നും കൂടെ പറയാം. അതായത് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്, ഡിമാൻഡ് കർവ് കാണിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റിനെ, അതായത് US പ്രൊഡക്റ്റിനെ മറ്റ് കൺട്രിയിലുള്ള ആൾക്കാർ എങ്ങനെ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഡിമാൻഡ് കർവ്. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റിനെ മറ്റ് കൺട്രിയിലുള്ള ആൾക്കാർ എങ്ങനെ പ്രിഫർ ചെയ്യുന്നു, അതാണ് ഡിമാൻഡ് കർവ്. ഓക്കെ, ഇനി സപ്ലൈ കർവ് എന്ന് പറയുന്നത് നമ്മൾ മറ്റ് കൺട്രിയിലെ പ്രൊഡക്റ്റിനെ എങ്ങനെ, അതായത് US മറ്റ് കൺട്രിയിലെ പ്രൊഡക്റ്റിനെ എത്ര വാങ്ങുന്നു അല്ലെങ്കിൽ എത്ര പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതാണ് സപ്ലൈ കർവ്. ക്ലിയർ ആയോ? ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാല് US പ്രൊഡക്റ്റിനെ എത്ര അതർ കൺട്രീസിലുള്ള ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുവെന്നും, സപ്ലൈ കർവ് US ആൾക്കാർ മറ്റ് കൺട്രീസിലെ പ്രൊഡക്റ്റിനെ എത്ര പ്രിഫർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് യുഎസിന്റെ ഡോളർ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മറ്റുള്ള കൺട്രീസിലുള്ള ആൾക്കാരുടെ ഡിമാൻഡ് കൂടും. അത് ഇവിടുന്ന് സാധനം വാങ്ങിക്കാനുള്ള ഡിമാൻഡ് കൂടും. കാരണം എന്താ? അവർക്ക് കുറച്ച് പൈസ ഉപയോഗിച്ച് നമ്മുടെ ഇവിടുന്ന് കൂടുതൽ സാധനം വാങ്ങാൻ പറ്റില്ലേ? ക്ലിയർ ആയോ? അതുപോലെ ഇത് നമ്മുടെ ഡോളറിന്റെ വാല്യൂ ആണ്. ഡോളറിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് US മറ്റ് കൺട്രീസിൽ നിന്നും കൂടുതൽ പർച്ചേസ് ചെയ്യും. ഡിമാൻഡ് കർവ് റെസിഡൻസ് ഓഫ് അതർ കൺട്രി, അതായത് US യുഎസിന്റെ പുറത്തുള്ള ആൾക്കാർക്ക്, അതർ കൺട്രിയിലെ റെസിഡൻസ്, യുഎസിന്റെ പുറത്തുള്ള ആൾക്കാര് US പ്രൊഡക്റ്റിനെ എത്ര ഡിമാൻഡ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നതാണ് ഡിമാൻഡ് കർവ്. അപ്പൊ അതിന്റെ മീനിങ് നമ്മുടെ US വാല്യൂ അല്ലെ US പ്രൈസ് എത്ര കുറയുന്നു അത്രയും കൂടുതൽ പുറത്തുള്ള ആൾക്കാർ ഡിമാൻഡ് ചെയ്യും. കണ്ടോ, ഇവിടെയാണെങ്കിൽ ഇത്രയും ഡിമാൻഡ് ചെയ്യുള്ളായിരുന്നു. ഇത്രയും പ്രൈസ് ആയപ്പം പ്രൈസ് കുറയുന്നതിനനുസരിച്ച് കൂടുതൽ ഡിമാൻഡ് ചെയ്യും അവര്. ഇനി സപ്ലൈ കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്നത്, അത്
യു എസ് മറ്റ് കൺട്രീസിലെ പ്രൊഡക്റ്റിനെ എത്ര പ്രിഫർ ചെയ്യുന്നു? യു എസിന്റെ വാല്യൂ ആണിത്. യു എസിന്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച്, അതായത് നമ്മുടെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അത്രയും കൂടുതൽ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യും. നമ്മുടെ വാല്യൂ എത്ര ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു അത്രയും കുറവേ നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യൂ. ക്ലിയർ ആയോ? ഇനിയും ഡൗട്ട് ആണോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി പറയുന്നത്, ഇനി ഇവിടെ നോട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ വൺ കൺട്രിയുടെ കറൻസി ഇൻ ടേംസ് ഓഫ് അതർ കൺട്രീസ് കറൻസി, അത് സ്റ്റേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ യു എസ് ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഇമ്പോർട്ടറിന്റെ പ്രൈസ് കുറയും. ദാറ്റ് മീൻസ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. മറ്റ് കൺട്രീസിന്റെ എക്സ്പോർട്ട്, അതായത് മറ്റ് കൺട്രീസിന് നമ്മുടെ കൺട്രിയിൽ നിന്നുള്ള എക്സ്പോർട്ട് അത് കോസ്റ്റ്ലിയർ ആയിരിക്കും. സോ അവർ കുറച്ച് എക്സ്പോർട്ട് ചെയ്യുള്ളൂ. ഇത് ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് കേട്ടോ. ഇനി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് സപ്ലൈ ഓഫ് ആൻഡ് ഡിമാൻഡ് ഫോർ കറൻസി ആൻഡ് ദസ് ഇൻഫ്ലുവൻസ് എക്സ്ചേഞ്ച് റേറ്റ്. അതായത് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്ട്, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഓർ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സ് എത്ര അഫക്ട് ചെയ്യും എന്നുള്ളത്. ഓക്കെ, അതില് ഒന്നാമത്തത് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ? പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. സോ ഇൻഫ്ലേഷന്റെ എഫക്ട് എങ്ങനെയായിരിക്കും? ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിന്റെ ഒക്കെ പ്രൈസ് കൂടും. സോ മറ്റ് കൺട്രീസ് അവരെ പ്രിഫർ ചെയ്യുവോ? പ്രിഫർ ചെയ്യത്തില്ല. സോ അവരുടെ കറൻസിയുടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് സംഭവിക്കുന്നത്. സോ ഇവിടെ നമുക്കൊരു ഗ്രാഫ് തന്നിട്ട് ഇവിടെ പറയുന്നത്, the graph below shows the supply and demand for the US dollar against the British pound initially. Okay, അതായത് ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആകുന്ന പോയിന്റ്, അതായിരിക്കും ഇക്വിലിബ്രിയം പോയിന്റ്. സോ ഇവിടെ ഇക്വിലിബ്രിയം പോയിന്റിൽ 0.6 ആണ് കേട്ടോ പ്രൈസ്. ഇക്വിലിബ്രിയം പോയിന്റിൽ 0.6 ആണ് പ്രൈസ്. സോ ഇവിടെ നമ്മൾ ബ്രിട്ടന്റെയും അതുപോലെ തന്നെ യു എസിന്റെയും കേസാണ് എടുക്കുന്നത്. സോ ബ്രിട്ടനിൽ ഇൻഫ്ലേഷൻ ആയി എന്ന് വിചാരിക്കാം. ഓക്കെ, ബ്രിട്ടനിൽ ഇൻഫ്ലേഷൻ കൂടുതലാണെന്ന് വിചാരിക്കുക. ബ്രിട്ടനിലുള്ള ആൾക്കാര് എവിടുന്ന് പർച്ചേസ് ചെയ്യാനായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? യു എസ് ന്ന്. കാരണം എന്താ? ബ്രിട്ടനെ സംബന്ധിച്ച് പ്രൈസ് കുറവാണ് യു എസില്. ശരിയല്ലേ? യു എസില്. സോ യു എസിന്റെ ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടും. സോ ഡിമാൻഡ് കർവ്
റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് D2 ആണ് ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇങ്ങനെ സംഭവിച്ചു. ഇനി US ഡോളേഴ്സിന്റെ കേസ് എടുക്കുവാണെങ്കിലോ, US ഡോളേഴ്സിന്റെ സപ്ലൈ കുറഞ്ഞു. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം US-ലെ ആൾക്കാര് US-ൽ നിന്ന് മേടിക്കാൻ നിൽക്കുവോ ബ്രിട്ടീഷിൽ നിന്ന് മേടിക്കാൻ നിൽക്കുവോ? ബ്രിട്ടനിൽ നിന്ന് മേടിക്കാൻ നിൽക്കുവോ? US-ന്നേ മേടിക്കുള്ളൂ. കാരണം US-ലല്ലേ കുറവ്. US-ലല്ലേ പ്രൈസ് കുറവ്. അപ്പൊ അവര് US ഡോളേഴ്സ് സെല്ല് ചെയ്തിട്ട് ബ്രിട്ടൻ പൗണ്ട് മേടിക്കില്ലല്ലോ. മേടിക്കുവോ? മേടിക്കത്തില്ല. സോ US ഡോളേഴ്സിന്റെ സപ്ലൈ കുറവായിരിക്കും. സോ സപ്ലൈ കർവ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയോ? അതായത് US-ഉം ബ്രിട്ടനും ആണല്ലോ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. US-ൽ പ്രൈസ് കുറവായതുകൊണ്ട് ബ്രിട്ടനിലുള്ള ആൾക്കാരും കൂടെ US-ൽ നിന്നായിരിക്കും സാധനം വാങ്ങുന്നത്. സോ US-ന്റെ ഡിമാൻഡ് കൂടി, US പ്രൊഡക്റ്റിന്റെ US ഡോളറിന്റെ ഡിമാൻഡ് കൂടി. സോ ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത് ക്ലിയർ ആയല്ലോ? ഇനി ബ്രിട്ടനിലേക്കാളും ചീപ്പ് US ആയതുകൊണ്ട്, അതായത് ബ്രിട്ടനിലേക്കാളും വില കുറഞ്ഞ് US കിട്ടുന്നത് കൊണ്ട് US-കാരും US-ൽ നിന്ന് തന്നെയായിരിക്കും വാങ്ങുന്നത്, അല്ലാതെ ബ്രിട്ടനിൽ നിന്ന് വാങ്ങാൻ പോവത്തില്ല. ഓക്കെ, നമ്മൾ പുറത്തെ സാധനം പുറത്തെ കൺട്രിയിൽ നിന്ന് മേടിക്കാൻ നിൽക്കുമ്പോഴല്ലേ നമ്മൾ നമ്മുടെ ഡോളർ സെല്ല് ചെയ്യുള്ളൂ. നമ്മളെ ഡോളർ സെല്ല് ചെയ്ത് നമ്മൾ പുറത്തെ കൺട്രിയിലെ കറൻസി വാങ്ങുള്ളൂ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ നമ്മുടെ കറൻസി കൊടുത്ത് പുറത്തെ കറൻസി മേടിച്ചിട്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. സോ US ഡോളേഴ്സ് US-ലുള്ള ആൾക്കാർക്ക് അതിന്റെ ആവശ്യമുണ്ടോ? വില കൂടിയ ബ്രിട്ടൻ പൗണ്ടിൽ പോയി ആരെങ്കിലും മേടിക്കാൻ നിൽക്കുമോ? മേടിക്കുകയില്ല. അതുകൊണ്ട് തന്നെ US ഡോളറിന്റെ സപ്ലൈ കുറവാണ്. US ഡോളറിന്റെ സപ്ലൈ കുറവാണ്. കാരണം US ഡോളർ വിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം US-ൽ തന്നെയാണല്ലോ വിലക്കുറവ്. അതുകൊണ്ട് US ഡോളർ മാറ്റി ബ്രിട്ടൻ ആക്കേണ്ട ആവശ്യം വരുന്നില്ല. എക്സ്ചേഞ്ച് മാർക്കറ്റിലെ കാര്യമാണ് പറയുന്നത്. എക്സ്ചേഞ്ച് മാർക്കറ്റിൽ US ഡോളർ വിൽക്കേണ്ട അവസ്ഥ വരുന്നില്ല. അപ്പം സപ്ലൈ എന്ത് ചെയ്യും? സപ്ലൈ കുറയുവാണ് ചെയ്യുന്നത്. സോ സപ്ലൈ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഗ്രേറ്റർ ഡിമാൻഡും ലോ സപ്ലൈയും വരുമ്പോൾ ഇക്വിലിബ്രിയം റേറ്റ് ഇൻക്രീസ് ചെയ്യും. അതറിയത്തില്ലേ? സപ്ലൈ കുറവ് വരുമ്പോൾ സപ്ലൈ കുറവും വന്നു, ഡിമാൻഡ് കൂടുതലുമായി. സപ്ലൈ കുറയുമ്പോഴല്ലേ ഡിമാൻഡ്, സപ്ലൈയും ഡിമാൻഡും അങ്ങനെയല്ലേ? സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് കൂടുതലായിരിക്കും. സോ ഇതിന്റെ പ്രൈസ് എന്ത് ചെയ്തു? കൂടി. സോ ഇക്വിലിബ്രിയം റേറ്റ് 0.6 എന്നതിൽ നിന്ന് 0.62 ആയി മാറി. ക്ലിയർ ആയോ? അതായത് എവിടെയാണോ ഇൻഫ്ലേഷൻ കൂടുതലുള്ളത് അവിടെ ആ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യും മറ്റു കറൻസിയെ കമ്പയർ ചെയ്യുമ്പോൾ. അത്രേ ഉള്ളൂ. സിമ്പിൾ ടേംസിൽ പറയുമ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ഈ ഗ്രാഫ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്നേ ഉള്ളൂ. ഗ്രാഫ് ഒന്നും വരത്തില്ല, പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? പിന്നെ പറയുന്നത് പർച്ചേസിംഗ് പവർ ആണ്. പർച്ചേസിംഗ് പവർ തിയറി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറം ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ.
ഓൾറെഡി നമ്മള് മറ്റേ ഇതിൽ ഡിസ്കസ് ചെയ്തതല്ലേ പർച്ചേസിംഗ് പവർ പാരിറ്റി. ഡിസ്കസ് ചെയ്തതല്ലേ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്താണ്? ഹലോ, പർച്ചേസിംഗ് പവർ പാരിറ്റി ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത. പർച്ചേസിംഗ് പവർ പാരിറ്റിയിലും ഇത് തന്നെയാണ് പറയുന്നത്. ഇൻഫ്ലേഷനോ ഇൻട്രസ്റ്റ് റേറ്റോ ഒക്കെ വരുമ്പോൾ ഡിമാൻഡ് സപ്ലൈ എങ്ങനെ എഫക്ട് ചെയ്യും? ഇൻഫ്ലേഷൻ വരുവാണെങ്കിൽ, ഇൻഫ്ലേഷൻ കൂടുവാണെങ്കിൽ പർച്ചേസിംഗ് പവർ കുറയും. സോ ആ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുള്ളതായത്, പറഞ്ഞിട്ടുള്ളതല്ലേ? ഇത് എടുക്കുന്നില്ല കേട്ടോ, പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, നിങ്ങൾ ഓർക്കുന്നില്ലേ അത്? ഇനി ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യം പറയുമ്പോൾ ഓക്കെ, അതായത് രണ്ട് കൺട്രി, ഏതാ എടുക്കണ്ടേ? യു എസും GBP എടുത്തു. ഇവിടെ പറയുന്നത് യു എസും GBP എടുക്കുന്നു. GBP അതായത് ബ്രിട്ടനിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയെന്ന് വിചാരിക്കാം. ബ്രിട്ടനിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് എങ്കിൽ എല്ലാരും എവിടെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എല്ലാരും എവിടെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ബ്രിട്ടനിൽ. ഡിസ്റ്റർബൻസ് ഉണ്ടോ ഓഡിയോയില്? ബുദ്ധിമുട്ടുണ്ടോ കേൾക്കുന്നതിൽ? തിരിയുന്നില്ല, ക്ലിയർ ആവുന്നില്ല? ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ, സോ യു എസും ബ്രിട്ടനും എടുക്കുവാണ്. ബ്രിട്ടനിലെ ഇൻട്രസ്റ്റ് റേറ്റ് യു എസിനേക്കാൾ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും എവിടെയായിരിക്കും എല്ലാവരും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? അല്ലെ എവിടെയായിരിക്കും എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ബ്രിട്ടനിലായിരിക്കും. സോ ബ്രിട്ടനിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ കറൻസിനെ ആദ്യം ബ്രിട്ടൻ ആക്കി മാറ്റണം, അല്ലെ? സോ ബ്രിട്ടന്റെ ഡിമാൻഡ് കൂടും. സോ ബ്രിട്ടന്റെ കറൻസി എങ്ങനെയായിരിക്കും? അപ്രീഷിയേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? ഇനി ഇൻട്രസ്റ്റ് റേറ്റ്, ബ്രിട്ടന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുവാണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും? കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് യു എസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. സോ യു എസിന്റെ ഡിമാൻഡ് കൂടും. യു എസിന്റെ എക്സ്ചേഞ്ച് റേറ്റ്, യു എസിന്റെ കറൻസി അപ്രീഷിയേറ്റ് ചെയ്യും. ഓർ നമുക്ക് അല്ലാത്തൊരു രീതിയിലും പറയാം, GBPയുടെ നമ്മളെല്ലാരും പ്രിഫർ ചെയ്യുന്നത് US ആയിരിക്കുമല്ലോ. സോ ആൾക്കാർ എന്ത് ചെയ്യും? GBPയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ സെയിൽ ചെയ്യും. സോ GBPയുടെ സപ്ലൈ കൂടും. സപ്ലൈ കൂടുമ്പോ പൗണ്ട് ഡിപ്രീഷിയേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇത് പറയാം. ഓക്കെ, ഇതില്
ഡിമാൻഡും സപ്ലൈയും ഒക്കെ കർവുകളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് ഇതാണ് ഇക്വിലിബ്രിയം റേറ്റ് കേട്ടോ. ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആയി ഇക്വിലിബ്രിയം റേറ്റ് 0.00975. ഇതാണ് ഡോളർ റേറ്റ് വരുന്നത്. ഇതാണ് ഡോളറിന്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, ഇതാണ് ഡോളറിന്റെ പ്രൈസ്. സോ ഇവിടെ പറയുന്നത് ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി. യുഎസിന്റെ അതേപോലെ തന്നെ നിന്നു, ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി. സോ ആൾക്കാർ എന്ത് ചെയ്യും? യുഎസിലുള്ള ആൾക്കാർ അവരുടെ ഡോളർ സെല്ല് ചെയ്തിട്ട് യെൻ വാങ്ങും അല്ലെ, ജാപ്പനീസ് യെൻ വാങ്ങും. സോ ഡിമാൻഡ് ഫോർ യെൻ ഇൻക്രീസസ്, ഡിമാൻഡ് കൂടും, യെന്നിന്റെ ഡിമാൻഡ് കൂടും. സോ ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ജപ്പാനിലുള്ള ആൾക്കാര് യെൻ വിൽക്കുവോ? ജപ്പാനിലുള്ള ആൾക്കാർ യെൻ വിൽക്കുവോ? വിൽക്കത്തില്ല. കാരണം അവിടെയാണല്ലോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ, അവർക്ക് അത് US ഡോളർ ആക്കി മാറ്റേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ യെന്നിന്റെ സപ്ലൈ കുറവായിരിക്കും. സോ സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, വിച്ച് ലീഡ്സ് ടു ഇക്വിലിബ്രിയം റേറ്റ് ഇൻക്രീസ് ചെയ്യും, യെന്നിന്റെ എക്സ്ചേഞ്ച് റേറ്റ് ഇൻക്രീസ് ചെയ്യും. കണ്ടോ, ഡോളർ 0.01015 ആയി. ദാറ്റ് മീൻസ് യെൻ അപ്രീഷിയേറ്റ് ചെയ്തു അല്ലേ. 0.00975 ആയിരുന്നു ഡോളർ നേരത്തെ വാല്യൂ. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയപ്പോൾ 0.01015 ആയി. ദാറ്റ് മീൻസ് യെന്നിന്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തു. ഇനി റിവേഴ്സ് ആണ് യെന്നിന്റെ യുഎസിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുവാണെങ്കിൽ സംഭവിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് ഇൻകം ലെവലിൽ വരുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ? പറയുന്നതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ? ഓക്കെ, ഇനി ഇൻകം ലെവലിന്റെ കാര്യമാണ് പറയുന്നത്. ഇൻകം ലെവലിൽ നമ്മൾ പറയുമ്പോൾ രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന്, റിസഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഇക്കണോമി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തും ഉള്ള കാര്യമാണ് പറയുന്നത്. റിസഷന്റെ സമയത്തും എക്സ്പാൻഷന്റെ സമയത്തും ഉള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, സോ യുഎസില് റിസഷൻ ആണെന്ന് വിചാരിക്കുക. റിസഷൻ പീരീഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അൺഎംപ്ലോയ്മെന്റ് കൂടുതലായിരിക്കും, ഇൻകം ഒക്കെ വളരെ കുറവായിരിക്കും അല്ലെ. ഡിമാൻഡ് കർവും സപ്ലൈ കർവും തന്നിട്ടുണ്ട്. പ്രൈസ് ഡിമാൻഡ് കർവ് സപ്ലൈ കർവ് തന്നിട്ടുണ്ട്. സോ എന്താ സംഭവിക്കുന്നേ? റിസഷന്റെ സമയത്ത് അൺഎംപ്ലോയ്മെന്റ് കൂടുതലായിരിക്കും, ഇൻകം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് എങ്ങനെയായിരിക്കും? ഇമ്പോർട്ട് കുറവായിരിക്കും അല്ലെ. കാരണം പൈസ ഇല്ല, നമ്മൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇമ്പോർട്ട് കുറവായിരിക്കും. ഇമ്പോർട്ട് കുറവായതുകൊണ്ട് തന്നെ US ഡോളേഴ്സിന്റെ സപ്ലൈ എങ്ങനെയായിരിക്കും? സപ്ലൈ ഹൈ ആയിരിക്കുമോ? അതെങ്ങനെയാ സപ്ലൈ ഹൈ ആവുന്നേ? സപ്ലൈ കുറവായിരിക്കില്ലേ, കാരണം നമ്മൾ പുറത്തുനിന്ന് സാധനം വാങ്ങുന്നുണ്ടോ?
പുറത്തുനിന്ന് സാധനം വാങ്ങിയാലല്ലേ നമ്മൾ നമ്മുടെ US ഡോളർ സെല്ല് ചെയ്യുള്ളൂ, അപ്പോഴല്ലേ സപ്ലൈ കൂടുള്ളൂ. റിസഷന്റെ പീരീഡ് ആകുമ്പോൾ നമ്മുടെ അടുത്ത് പൈസ ഇല്ല പുറത്തുനിന്ന് വാങ്ങിക്കാൻ. നമ്മൾ നമ്മുടെ ഡോളർ കൊടുത്താലല്ലേ നമുക്ക് അവിടുത്തെ ഇത് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പുറത്തുനിന്ന് സാധനം വാങ്ങുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ഡോളർ സെല്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫോറിൻ എക്സ്ചേഞ്ച് സെല്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല മറ്റു കറൻസീസ് വാങ്ങാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ അടുത്ത് ഇല്ല, നമ്മുടെ അടുത്ത് ഇൻകം കുറവാണ്. സോ നമ്മൾ വിൽക്കുന്നില്ല, ഇമ്പോർട്ട് ചെയ്യുന്നുമില്ല. അപ്പൊ US ഡോളറിന്റെ സപ്ലൈ എങ്ങനെയായിരിക്കും? സപ്ലൈ കുറവായിരിക്കില്ലേ? സപ്ലൈ കുറവായിരിക്കും. സോ സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയി നിന്ന് സപ്ലൈ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോ പ്രൈസിന് എങ്ങനെയാ പ്രൈസ് എന്താ സംഭവിച്ചേ? പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അതായത് ഡിമാൻഡ് കർവ് സപ്ലൈ കർവ് ഇക്വിലിബ്രിയം, അത് മനസ്സിലായില്ലേ? PE ആണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ, PE ആണ് ഇക്വിലിബ്രിയം പ്രൈസ്. നമ്മുടെ US ഇപ്പം റിസഷൻ പീരീഡ് ആണ്. റിസഷൻ പീരീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കും, അധികം ഇൻകം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്പോർട്ട് വളരെ കുറവായിരിക്കും. നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡോളർ വിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. വേറെ കറൻസി വാങ്ങാൻ വേണ്ടി നമ്മൾ ഡോളർ വിൽക്കുന്നില്ല, കാരണം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നില്ല. ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഡോളർ വിറ്റിട്ട് പുറത്തെ കറൻസി വാങ്ങി ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇമ്പോർട്ട് ചെയ്യുന്നില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോളറിന്റെ സപ്ലൈ കുറവാണ്. സപ്ലൈ കുറവാണെങ്കിൽ ലെഫ്റ്റിലോട്ടായിരിക്കും സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയി നിൽക്കുവാണ്, സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം പ്രൈസിന് എന്താ സംഭവിച്ചേ? വരച്ചു നോക്കിയേ പ്രൈസിന് എന്താ സംഭവിക്കുന്നതെന്ന്. പ്രൈസ് PEയിൽ നിന്ന് PE2ലേക്ക് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇനി എക്സ്പാൻഡിങ്ങിന്റെ സിനേറിയോ എടുക്കുവാണെങ്കിലോ? എക്സ്പാൻഡിങ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല പൈസയൊക്കെ ഉണ്ടാവും. നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യും അല്ലെ? ക്യാഷ് ഒക്കെ ഉണ്ട്, നല്ലപോലെ ക്യാഷ് ഉണ്ട്, എംപ്ലോയ്മെന്റ് ഒക്കെ ഉണ്ട്, ഇൻകം ഒക്കെ ഹൈ ഇൻകം ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? കൂടുതലും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യും. പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ US ഡോളർ സെല്ല് ചെയ്തിട്ടാണ് പുറത്തെ കറൻസികൾ വാങ്ങുന്നത്. സോ US ഡോളറിന്റെ സപ്ലൈ കൂടും. സപ്ലൈ കൂടുമ്പോൾ സപ്ലൈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ PEയിൽ നിന്ന് PE2, അതായത് താഴേക്ക് സപ്ലൈ പ്രൈസ് കുറയും. ക്ലിയർ ആയോ? ഇനി എക്സ്പെക്ടേഷൻ ഓഫ് ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ്. ഇനി ഈ എക്സ്ചേഞ്ച് റേറ്റിലൊക്കെ ഡിഫറൻസ് വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ സ്പെക്കുലേഷൻ ഒക്കെ നടത്തുന്ന ആൾക്കാര് എന്ത് ചെയ്യും? സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ കറൻസി കൺവേർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ കറൻസി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുവാണെങ്കിൽ മാത്രം നമുക്ക് നമ്മുടെ സപ്ലൈ വിൽക്കേണ്ടി വരുന്നുള്ളൂ. അതായത് നമുക്ക് വേറെ കറൻസികൾ വാങ്ങണമെങ്കിലാണ് നമ്മൾ നമ്മുടെ കറൻസി വിറ്റിട്ട് മറ്റ് കറൻസി വാങ്ങുന്നത്. ഓക്കെ, നമ്മൾ നമ്മുടെ കറൻസി വിൽക്കുമ്പോൾ മാത്രമേ അവിടെ സപ്ലൈ കൂടുകയുള്ളൂ. ഇത് പുറത്തെ കറൻസികൾ നമുക്ക് വേണ്ടപ്പം നമ്മൾ പുറത്തെ സാധനങ്ങൾ വാങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ സപ്ലൈ കൂടുകയുള്ളൂ, ഇല്ലേ സപ്ലൈ കൂടില്ല. ഓക്കെ, സോ എക്സ്പെക്ടേഷൻ ഓഫ് ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് മെയിൻ ആയിട്ട് പറയുന്നത്, അതായത് നമ്മള് ഇപ്പോ ചില എക്കണോമിക് ഡാറ്റകൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഓരോരോ വർഷത്തിലൊക്കെ
ഈ ഓരോ നമ്മുടെ എക്കണോമിയെ കുറിച്ചുള്ള ഡാറ്റാസ് ഒക്കെ പുറത്തുവിടില്ലേ? അതായത് പിന്നെ ഇനിയുള്ള കാലത്തേക്ക് എക്സ്ചേഞ്ച് റേറ്റ് ഇല്ല, ഇൻഫ്ലേഷൻ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ കൺട്രിയുടെ എക്കണോമിക് ഹെൽത്തിനെ കുറിച്ച് നമ്മൾ എക്കണോമിക് ഡാറ്റാസ് റിലീസ് ചെയ്യൂലോ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ഈ സ്പെക്കുലേറ്റേഴ്സ് എന്ത് ചെയ്യും? ഫ്യൂച്ചറിൽ എക്സ്ചേഞ്ച് റേറ്റ് കുറഞ്ഞാലോ എന്നോർത്ത് സെയിൽ ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ? സ്പെക്കുലേറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഫ്യൂച്ചറിൽ എക്സ്ചേഞ്ച് റേറ്റ് കുറഞ്ഞാലോ, ഫ്യൂച്ചർ ഡിക്ലൈൻ ചെയ്താലോ എന്ന് ഓർത്തിട്ട്, വാല്യൂ കുറഞ്ഞാലോ എന്ന് ഓർത്തിട്ട് ഇപ്പൊ സെല് ചെയ്ത് കളയും. ഓക്കെ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വാല്യൂ കൂടിയാലോ എന്ന് ഓർത്ത് നമ്മൾ ഹോൾഡ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മുടെ ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ അതും നമ്മുടെ കറണ്ട് എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇൻഫ്ലേഷൻ US ഇൻഫ്ലേഷൻ കൂടുമെന്ന് പറയാന്ന് വിചാരിക്കുക. അത് വരും കാലത്ത് അതായത് ഇപ്പം അടുത്ത കൊല്ലം US ഇൻഫ്ലേഷൻ കൂടുതലാണ് എന്ന് വിചാരിക്കുക. കൂടുതലാകുമെന്ന് വിചാരിക്കുമ്പം ആൾക്കാർ എന്ത് ചെയ്യും? US ഡോളേഴ്സ് സെയിൽ ചെയ്ത് കളയും അല്ലെ? സെല് ചെയ്ത് കളയല്ലേ അല്ലേ? നമ്മൾ ഫ്യൂച്ചറിൽ കുറഞ്ഞാലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ ഇൻഫ്ലേഷൻ വന്നാലും നമുക്ക് US ഡോളർ ഇൻഫ്ലേഷൻ വന്നാലും നമ്മൾ സെല് ചെയ്ത് കളയും. സെല് ചെയ്ത് കളയുമ്പോൾ US ഡോളറിന്റെ സപ്ലൈ കൂടും. സപ്ലൈ കൂടുമ്പോൾ US ഡോളറിന്റെ വാല്യൂ ഇപ്പൊ തന്നെ കുറയും. മനസ്സിലായോ? അല്ലെങ്കിൽ ഇപ്പം ഒരു കൺട്രിയിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കറൻസി ആരെങ്കിലും മേടിക്കാൻ നിൽക്കുമോ? അല്ലെ അവിടെ അവരുമായിട്ട് ട്രാൻസാക്ഷൻസ് കൂടുതൽ നടത്താനോ ഇൻവെസ്റ്റ്മെന്റ് നടത്താനോ നിൽക്കില്ല. സോ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം ഒരു സ്ഥലത്ത് ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും എന്ന് വിചാരിക്കുക. കുറയുമെന്ന് നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമോ? അവിടെ ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല. അവിടെ ആരും ഇൻവെസ്റ്റ് ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കറൻസിയുടെ വാല്യൂ കുറയും. അങ്ങനെ എക്സ്പെക്ടേഷൻസ്, ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റിലുള്ള എക്സ്പെക്ടേഷൻസും നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൽ ചേഞ്ചസ് വരുത്തും. അതാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി പറയുന്നത് ഗവൺമെന്റ് കൺട്രോൾസ്. ഓക്കെ, ഗവൺമെന്റ് കൺട്രോൾസും എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അല്ലെ, കറൻസി എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് ഇപ്പം കൺട്രീസ്, ഗവൺമെന്റിന്റെ ഒക്കെ ചില പോളിസീസ് ഉണ്ടാകും. ചില ആൾക്കാരുമായിട്ട് ട്രാൻസാക്ഷൻസ് നടത്താൻ പാടില്ല. ഓക്കെ, ചില ആൾക്കാരുമായിട്ട് ട്രാൻസാക്ഷൻസ് നടത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ അവരുമായിട്ട് ട്രാൻസാക്ഷൻ ഇല്ല. സോ അവരുമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഡിഫറൻസ് വരും. ശരിയല്ലേ? ചില കൺട്രി ആയിട്ട് ഇപ്പൊ ചില ബാരിയേഴ്സ് വെക്കാണ്, ചിലരുമായിട്ട് എക്സ്ചേഞ്ച് നടത്താൻ പാടില്ല. സോ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് നമ്മുടെ കൺട്രി ആയിട്ടുള്ള ഡിമാൻഡ് കുറയും. സോ അത് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിനെ എഫക്ട് ചെയ്യും. ഇനി ചില ട്രേഡ് ബാരിയേഴ്സ്, അതായത് ടാരിഫ്, അല്ലെ ഇത്രയൊക്കെ. ടാരിഫ് എന്ന് പറഞ്ഞാൽ എന്താ? ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വെച്ചാല് അത് നമ്മുടെ ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയാ. ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മള് ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ് ടാരിഫ് ഏർപ്പെടുത്തുക. ഇത്ര ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള ഇമ്പോർട്ടിനൊക്കെ ടാരിഫ്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് ഇങ്ങനെ എടുക്കുന്ന ആക്ഷൻസ് ഒക്കെ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഗവൺമെന്റിന്റെ ആക്ട് കൊണ്ടല്ല, അല്ലാതെ തന്നെ ചിലപ്പം ഇൻഫ്ലേഷന്, ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻകം ലെവല്, ഇതൊക്കെ എങ്ങനെ എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്ട് ചെയ്യും? ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളും എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്ട് ചെയ്യും. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഗവൺമെന്റ് എടുക്കുന്ന ആക്ഷൻസും. ക്ലിയർ ആയോ? 1-2 എക്സാമ്പിൾ ആണ് അവിടെ പറഞ്ഞത്. ക്ലിയർ ആയല്ലോ?
അപ്പോ ഇന്നത്തത് നിർത്താം.